السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خليل الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا سيد السادات جئتك قاصدا وأرجو رضاك وأحتمي بهماك. تالله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك. يا أكرم الثقلين يا كنز البراء جد لي بجودك وارضني برضاك. റഹ്മാനായ റബ്ബ്, ഞങ്ങളുടെ ഈ സദസ്സ് നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ദുആക്ക് ഇജാബത്തുള്ള സദസ്സാക്കണേ അല്ലാഹ്. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ നമ്മളെ പാവങ്ങളെ നീ പൊറുക്കണേ അല്ലാഹ്. ഉസ്താദിന്റെ മദദ് ലഭിക്കുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തിത്തരണം റഹ്മാനെ. അവിടുത്തെ ദറജ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആദരണീയരായ പണ്ഡിതന്മാർ, നേതാക്കൾ, പ്രിയപ്പെട്ട മുതഅല്ലിമുകൾ, സഹോദര സഹോദരിമാർ, നാം ഇവിടെ സംഗമിച്ചത് ഈ നാട്ടിൻ്റെ അല്ല, കേരള കർണാടകയിലെ വളക്കായിരുന്ന, മുത്തായിരുന്ന താജുൽ ഫുഖഹാ ഉസ്താദ് അവർകൾ, അവിടുത്തെ ദറജ നീ വർദ്ധിപ്പിക്കണം റഹ്മാനെ. അവിടുത്തെ മദദ് ലഭിക്കുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണം അല്ലാഹ്. ഉസ്താദ് വഫാത്തായി 5 ആണ്ട് പൂർത്തിയാകുകയാണ്. ഇന്നലെയോ മിനിയാന്നോ മരണപ്പെട്ടതുപോലെ നമുക്ക് തോന്നുകയാണ്. എന്താണ് അതിൻ്റെ കാരണം? ചിലവർ ഇവിടുന്ന് മരിച്ച യഥാർത്ഥത്തിൽ അവർ മരിക്കുന്നില്ല.
അവർ മനുഷ്യന്റെ മനസ്സിൽ എപ്പോഴും കുടിയിരിക്കുകയാണ്. ഇമാം അൽ ഗസാലി റളിയല്ലാഹു അൻഹു എഴുതി വെച്ചത് കാണാം, ചിലവരുടെ മരണം കൺമുമ്പിൽ അവരുടെ മരണം കണ്ടു എങ്കിലും നമ്മുടെ മനസ്സ് അവർ മരിച്ചു എന്നതിനെ സമ്മതിക്കുന്നില്ല. മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും അവരെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അഭിമന്യരായ ശൈഖുന ഉസ്താദ് അവർകൾ ഇന്നും നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വഫാത്തായി എന്നുള്ളത് നമ്മുടെ മനസ്സൊരിക്കലും അത് പറയാൻ അനുവദിക്കുന്നില്ല. ഉസ്താദിന്റെ ജീവിതകാലം ഈ സമൂഹത്തിന് കത്തിച്ചു വെച്ച ഒരു വിളക്ക് ഈ മരിക്കള നാട്ടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വലിയ ഭാഗ്യവന്മാരാണ്. വന്യരായ ഉസ്താദ് ജീവിച്ചു വളർന്ന നാടും അവസാനം ഇവിടെ കടക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത ഒരു നാടും ഈ ജമാഅത്തിന് എനിക്ക് നന്നായിട്ട് അറിയാം. എത്രയോ വർഷങ്ങളായി ഞാനിവിടെ വഅദിന് വരികയാണ്. അന്നൊക്കെ ജമാഅത്തിന്റെ പേരിൽ നടക്കുന്ന വഅദുകൾ അവിടെ പള്ളിന്റെ മുറ്റത്ത് ചെറിയൊരു സ്റ്റേജും കുറഞ്ഞ സദസ്സിൽ കുറഞ്ഞ ആൾക്കാരും അങ്ങനെ ഇവിടെ പരിപാടി നടന്നിരുന്നൊരു കാലമുണ്ട്. ഇപ്പോൾ അൽഹംദുലില്ലാഹ് അതെല്ലാം മാറി. ഈ നാട്ടിന്റെ വെളിച്ചം അൽഹംദുലില്ലാഹ് വർഷാനുവർഷം ഇവിടെ ഉസ്താദിന്റെ പേരിൽ ഉറൂസ് നടക്കുകയാണ്. ആ മഹാന്റെ ഈ കടത്തം ഈ മണ്ണിന് വലിയ പവറാ. ഞാനിപ്പോൾ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. കഴിഞ്ഞ ഖുറത്തു സാദാത്ത് തങ്ങൾ ഉസ്താദിന്റെ ഉറൂസിന് മഹാന്മാര് കടക്കുന്ന മണ്ണിന്റെ മഹത്വത്തെ കുറിച്ച് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ മഹാന്മാര് കടക്കുന്ന മണ്ണിന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്. സൂറത്തുൽ ഇസ്റാ മസ്ജിദുൽ അഖ്സയെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ബാറക്കനാ ഹൗലഹു. ആ ബൈത്തുൽ മുഖദ്ദസ് ആകുന്ന മസ്ജിദുൽ അഖ്സ, ആ പള്ളിയുടെ ചുറ്റുഭാഗത്ത് ഞാൻ വലിയ ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു ആ ബറക്കത്ത്? അല്ലാമ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞത് കാണാം. ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ബറക്കത്ത് എന്താ? ആ പള്ളിയുടെ ചുറ്റുഭാഗത്ത് ഒട്ടനവധി മഹാന്മാർ അവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ മാജി ഉസ്താദ് മാഷാ അല്ലാഹ് നിങ്ങളെ വന്നത് മുതൽ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. കണ്ടതിൽ സന്തോഷം. ഈ അടുത്താണ് ബാപ്പ മരണപ്പെട്ടത്. അല്ലാഹു തആല ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. ഖബറിൽ അല്ലാഹു സന്തോഷം കൊടുക്കട്ടെ. ഉസ്താദിന്റെ ബാപ്പാന്റെ ഖബർ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അവർക്കും നമുക്കും മുത്തുനബിന്റെ ശഫാഅത്ത് കൊണ്ട് അല്ലാഹു സ്വർഗ്ഗം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ ചുരുക്കി പറയാണ്. ഉസ്താദ് കുറച്ച് വേദ പറയാണ്ടിരിക്കില്ല, അപ്പൊ ഞാൻ കുറച്ച് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മഹാന്മാര് കിടക്കുന്ന സ്ഥലം അത് വലിയ ബറക്കത്തിന്റെ സ്ഥലമാണ്. മഹാന്മാര് വിശ്രമിക്കുന്ന സ്ഥലത്തെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് അത് ബറക്കത്തിന്റെ സ്ഥലം എന്നാണ്. നമ്മുടെ ഈ പള്ളിയുടെ പരിസരത്ത് മുമ്പില്ലാത്ത വലിയൊരു ബറക്കത്ത് ഈ നാട്ടിലേക്ക് ലഭിച്ചിരിക്കുകയാണ്. മഹാന്മാർ വിശ്രമിക്കുന്ന സ്ഥലം ബറക്കത്തിന്റെ കേന്ദ്രമാണ്. നിങ്ങൾ നോക്കൂ, അങ്ങനെ മഹാന്മാർ വിശ്രമിച്ചാലോ
ആ മഹാന്മാരുടെ ചുറ്റുഭാഗത്ത് കടക്കുന്നവർക്കും വലിയ സന്തോഷമാണ്. മഹാന്മാരുടെ ചാരത്ത് കടക്കാന്ന് പറഞ്ഞാൽ അത് പറയാനായി പണ്ഡിതന്മാർ കിതാബ് എഴുതി വെച്ചത് കാണാം. മഹാന്മാരുടെ ചാരത്ത് കടക്കാം. ഈ നാട്ടിനിക്കുന്നൊരു ഭാഗ്യമാണ്. ഈ നാട്ടുകാരൊക്കെ ഈ പള്ളിന്റെ ചുറ്റുഭാഗത്ത് കിടക്കുമ്പോൾ ഇനിയൊരു വലിയ മഹാന്റെ ചാരത്താണ് ഇവിടെ കിടക്കുന്നത്. വലിയ മഹാന് എന്ന് പറഞ്ഞാല് ഞാൻ കഴിഞ്ഞ മുമ്പത്തെ ഉറൂസിന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദിനെ അവിടെ കബറടക്കുമ്പോൾ ഞങ്ങൾ അവിടെ നിൽക്കാൻ, കബറടക്കുമ്പോൾ ഇവിടെ അങ്ങോട്ടൊന്നും നീങ്ങാൻ പറ്റുന്നില്ല, അവിടെ നിൽക്കാൻ. അങ്ങനെ കബറടക്കം കഴിഞ്ഞ് നാട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ വന്യരായ ഉസ്താദ് ബഹുമാനപ്പെട്ട കാനക്കോട് ഉസ്താദ്, അല്ലാഹു ആഫിയത്ത് കൂട്ടിക്കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദും കാനക്കോട് ഉസ്താദും വലിയ ബന്ധമാണ്. ബന്ധമെന്ന് മാത്രമല്ല, ബേക്കലത്ത് ബഹുമാനപ്പെട്ട ബേക്കലും ഉസ്താദ് ദർസ് നടത്തുമ്പോൾ പൂച്ചക്കാട് ദർസ് നടത്തുന്ന എൻ്റെ ഉസ്താദ് അസറിന്റെ പിറകെ വന്നിട്ട് ഉസ്താദിന്റെ അടുത്ത് ചില കിതാബ് ഓതിയിരുന്നു. ചില കിതാബ് ഉസ്താദിന്റെ അടുത്ത് എൻ്റെ ഉസ്താദ് വന്നിട്ട് ഓതാണ്. അങ്ങനെ ഒരു വലിയ ബന്ധമാണ്. അങ്ങനെ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഉസ്താദ് എനിക്ക് ഫോൺ വിളിച്ച്, നീ എവിടെ ഉണ്ടാ? ഞാനിങ്ങനെ അവിടുന്ന് വരാണ്. കബറടക്കം കഴിഞ്ഞോ? കഴിഞ്ഞു. എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞു. എന്താണ്? ഉസ്താദിനെ ആ കബറിലേക്ക് ഇങ്ങനെ താഴ്ത്തി വെക്കുമ്പോ വലിയൊരു കിതാബിന്റെ കെട്ട്, ഒരു മനുഷ്യന്റെ ശരീരം അവിടെ കൊണ്ടുവെക്കുന്നത് കാണുന്നില്ല. വലിയ ഒരു കിതാബിന്റെ കെട്ടിങ്ങനെ കൊണ്ടുവന്ന് കബറിൽ വെക്കുന്നത് പോലെ കണ്ടു. ഉസ്താദ് പറഞ്ഞു, അതാണ് ശരി, ഒരിക്കലും തിരിച്ചു വരാത്ത കിതാബിന്റെ കെട്ടാണ് ഇവിടുന്ന് പോയത്, അതൊരിക്കലും ഇനി തിരിച്ചു വരൂല. സുബ്ഹാനല്ലാഹ്. ഉസ്താദിനെ കുറിച്ച് കുറെ പറയാനുണ്ട്, ഞാൻ പറഞ്ഞാൽ നീണ്ടുപോകുന്ന എനിക്കറിയില്ല. മറവി എന്ന് പറയുന്നത് ഉസ്താദിന്റെ ഡിക്ഷണറിയിലില്ല. ഉസ്താദിന്റെ വഫാത്തിന്റെ തൊട്ടു മുമ്പ് ജാമിയ സയ്യിദിയിൽ ഉണ്ടാകുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചു ഉസ്താദിനോട്. ഉസ്താദ് മറുപടി പറഞ്ഞിട്ട് പറഞ്ഞ വാക്കേക്കണോ? എന്താ? ഇത് 55 കൊല്ലം മുമ്പ് ഞാൻ കിതാബിൽ കണ്ടിട്ടുണ്ട്, എനിക്ക് മറന്നിട്ടില്ല എന്ന് പറഞ്ഞില്ല. 55 ദിവസമല്ല, 55 മാസമല്ല, 55 കൊല്ലം, ആണ്ട് മുമ്പ് ഞാൻ ഇത് കിതാബിൽ കണ്ടതാണ്, എനിക്കത് മറന്നിട്ടില്ല. എന്നിട്ട് ഉസ്താദ് പറഞ്ഞു, മറവി എന്നുള്ളത് എന്റെ ഡിക്ഷണറിയിൽ ഇല്ലേ ഇല്ല. ഇൽമിന്റെ വലിയ ബഹ്റാൻ മഹാനായ ശൈഖുന. പടച്ചോനെ, ആ ഖബറിന്റെ അടുത്ത് നിന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു പോയി, നാളെ സ്വർഗത്തിൽ കാണാൻ ഈ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഉസ്താദിന്റെ വഫാത്ത് മുതൽക്ക് ഇന്നത്തെ ഈ സുബഹി വരെ ഞാനൊരു ഫാത്തിഹ ഓതാത്തൊരു ദിവസമില്ല. 5 കൊല്ലമായിട്ട് എന്റെ ഫാത്തിഹ മുടങ്ങിയിട്ടില്ല. എപ്പോഴും ബഹുമാനപ്പെട്ട ഉസ്താദിന് സുബഹി നിസ്കാരത്തിന്റെ മുമ്പ് ഞാൻ ഫാത്തിഹ ഓതാറുണ്ട്. അത് ഒരു ദിവസം പോലും വിട്ടുപോയിട്ടില്ല. അഥവാ വിട്ടുപോയാൽ അതിനെ ഖളാ കിട്ടും, അതിന്റെ ഫലം അനുഭവിക്കുന്നുണ്ട്. അല്ലാഹു ബർക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഉസ്താദിന്റെ വിടവ് അത് നികത്താൻ ആരും ഇവിടെ വന്നിട്ടില്ല. ആ വിടവ് അങ്ങനെ തന്നെ അവിടെ നിൽക്കുകയാണ്. മഹാനായ ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു ആലിം ഇവിടുന്ന് വിട പറഞ്ഞു പോയാൽ അവിടെ ഒരു പൊട്ട് അവിടെ നിൽക്കുകയാണ്. ഒരു പൊട്ട് അവിടെ നിൽക്കുകയാണ്. അതിനെ നികത്താൻ മറ്റൊരാൾ ഇല്ല. അതിനെ നികത്താൻ ഒരാൾക്കും കഴിയില്ല. ഓ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, താജുൽ ഫുഖഹാ ഉസ്താദിന്റെ വിടവ് വല്ലാത്തൊരു വിടവാണ്. ഇമാമുൽ ഗസാലി തങ്ങൾ ഇഹ്യയിൽ പറഞ്ഞത് കാണാം, അൽ ഉലമാഉ സുറുജുൽ അസ്മിന. പണ്ഡിതന്മാര് കാലത്തിന്റെ വളക്കാണ്. ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരെ കാലഘട്ടത്തിലെ വളക്കാണ്. ആ വളക്കോ കുല്ലു വാഹിദിൻ വകുല്ലു വാഹിദിൻ മിസ്ബാഹു സമാനിഹി. ഓരോ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരും ആ കാലഘട്ടത്തിലെ വലിയ വലിയ വളക്കാണ്. യസ്തദിഉ ബിഹി അഹ്ലു അസ്രി. ആ കാലത്തുള്ളവർ ആ വളക്ക് കൊണ്ടുള്ള പ്രകാശം കൊണ്ട് പ്രകാശം നേടുകയാണ്.
ഏതാണ് ആ വിളക്ക്? അത് ഇൽമിന്റെ വിളക്കാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഞാനിപ്പോൾ ഈ പള്ളിന്റെ അകത്ത് നിസ്കരിക്കുന്ന സമയത്ത് മിഹ്റാബിന്റെ അകത്ത് വലിയൊരു ചെയർ കണ്ടു. ആ ചെയറിൽ ഇരുന്നിട്ട് ഈ മരീക്കള പള്ളിയിൽ വനരായ ഉസ്താദ് ക്ലാസ് എടുക്കുന്ന ക്ലാസ്സിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടിയിട്ടുണ്ട്. പലപ്പോഴും ഉസ്താദ് അതിലിരുന്ന് ക്ലാസ് എടുക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ആ കസാര അവിടെ ബാക്കിയാണ്. അവിടെ ഇരുന്നിരുന്ന മഹാൻ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇല്ല. ഇനി നിങ്ങൾ നോക്ക്, മഹാന്മാരെ രേഖപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നു, ലൗലൽ ഉലമാഉ ലസ്വാറൻ നാസു മിസ്ലൽ ബഹാഇമി. പണ്ഡിതന്മാർ ലോകത്തില്ലായിരുന്നുവെങ്കിൽ ജനങ്ങളെല്ലാം മൃഗങ്ങളെ പോലെയാകുമായിരുന്നു. എന്താ മൃഗം എന്ന് പറഞ്ഞാല്? പോത്ത്, എരുമ. അതിന് എവിടെ ചാലണമെന്ന് എനിക്കറിയില്ല, എവിടെ വീത്തണമെന്ന് എനിക്കറിയില്ല, എവിടെ കടക്കണമെന്ന് എനിക്കറിയില്ല, എവിടെ വികാരം തീർക്കണമെന്ന് എനിക്കറിയില്ല, എന്ത് ചെയ്യണമെന്നത് എനിക്കറിയില്ല. ഇതുപോലെ പണ്ഡിതന്മാരില്ലായിരുന്നുവെങ്കിൽ മനുഷ്യന്മാര് മൃഗീയ തുല്യരാകുമായിരുന്നു. നമ്മളെ മനുഷ്യരാക്കി മാറ്റിയതാരാണ്? അതാത് കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരാണ്. ഈ നാട്ടുകാര് സുബ്ഹാനല്ലാഹ് നല്ല തൊപ്പി ധരിച്ച് തലമറച്ച് നല്ല ഡ്രസ് ഇട്ട് യഥാർത്ഥ മുഅ്മിനീങ്ങളെ കോലത്തിൽ ഇരിക്കുമ്പോൾ ഈ നിലക്ക് നമ്മളെ കൈപിടിച്ച് നാട്ടിൽ ഉയർത്തിയത് ആരാണ്? മഹാനായ ശൈഖുനാ ഉസ്താദ് അവർകളല്ലേ. ഞാൻ ആ ഭാഗം നീട്ടുന്നില്ല, ഇരിക്കട്ടെ. വന്യരായ ഉസ്താദിന്റെ മദദ് നമുക്ക് എപ്പോഴും വേണം. അവിടുത്തെ ദറജനി ഉയർത്തിക്കൊടുക്കണേ അല്ലാഹ്. അവിടുത്തെ മദദ് ലഭിക്കുന്നവരിൽ സാധുക്കളായ ഞങ്ങളെ നീ പെടുത്തിത്തരണം റഹ്മാനേ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വന്യരായ ഉസ്താദ് അവർകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ചെറിയൊരു ഉപദേശം പറഞ്ഞു. നാളെ വിശുദ്ധ റബീഉ പറക്കാനിരിക്കുകയാണ്. മുത്തുനബിയുമായി ബന്ധപ്പെട്ട മീലാദുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ തങ്ങളെ ഇഷ്ക് വെക്കുന്ന സ്നേഹിക്കുന്നവരെ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെ നീ പെടുത്തിത്തരണം റഹ്മാനേ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉ കടന്നു വരുമ്പോൾ ഈമാനുള്ളവന്റെ കൽബിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. ഈമാനുള്ളവന്റെ കൽബിൽ എന്തെന്നില്ലാത്തൊരു ആനന്ദമാണ്. എങ്ങനെ സന്തോഷമില്ലാതിരിക്കും? എങ്ങനെ കൽബിന് ആനന്ദമില്ലാതിരിക്കും? നമ്മുടെ കൽബിൽ അല്ലാഹ് കത്തിച്ചു വെച്ചൊരു വിളക്കുണ്ട്. ആ വിളക്കിന്റെ പേരാണ് ഈമാൻ. ഈമാനാകുന്ന വിളക്ക് നമ്മളെ കൽബിൽ അല്ലാഹ് കത്തിച്ചു വെച്ചിട്ടുണ്ട്. ആ വിളക്ക് കൽബിലേക്ക് കിട്ടാനുള്ള കാരണക്കാരാരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മുത്തുനബി വലിയ റഹ്മത്താണ്. മുത്തുനബി വലിയ നിഅമത്താണ്. മുത്തുനബി നമുക്ക് ചെയ്ത ഗുണങ്ങൾ എത്ര വലുതാണ്. മഹാനായ യൂസുഫ് നബ്ഹാനി തങ്ങൾ എഴുതി വെച്ചത് കാണാം. ഇൻഖാദുഹു അലൈനാ മിൻ ളുലുമാതിൽ കുഫ്രി ഇലാ അൻവാരിൽ ഹുദാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ചെയ്ത ഏറ്റവും വലിയ നിഅമത്ത് ഒന്ന്
കുഫ്രിയത്താകുന്ന ഇരുട്ടിൽ നിന്നിട്ട് ഈമാനിന്റെ ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് നമ്മളെ രക്ഷപ്പെടുത്തി. ഓ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് മക്കയിൽ ജനിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ലോക സമൂഹത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? മശ്രിഖ് മഗ്രിബിന്റെ ഇടയിൽ ഈമാനിന്റെ വെളിച്ചം വീശിയ നേതാവ് ആരാണ്? അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇൻഖാദുഹു ഇയ്യാനാ, ഹബീബല്ലേ നമ്മളെ രക്ഷപ്പെടുത്തിയത്. മിൻ ളുലുമാത്തിൽ കുഫ്രി, കുഫ്രിയത്താകുന്ന ഇരുളുകളിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തിയില്ലേ? ഇലാ അൻവാരിൽ ഹുദാ, ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് രക്ഷപ്പെടുത്തിയ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മൾക്ക് ഹിദായത്ത് കിട്ടിയത് മുത്തുനബിയെ കൊണ്ടാണ്. ഈ നിലക്ക് മുസ്ലിമായി അവകാശപ്പെട്ട് ഈമാനിന് അവകാശികളായി ഇവിടെ ജീവിക്കാൻ ഈ സമൂഹത്തിലേക്ക് നമ്മളെ രക്ഷപ്പെടുത്തിയത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ തങ്ങളാണ്. പോരാ, ഒമിനശ് ശഖാവത്തിൽ അബദിയത്തി ഇലസ് സആദത്തിസ് സർമദിയ്യ. നമ്മൾ എപ്പോഴും പരാജിതരായിരുന്നു, നമ്മൾ പരാജയപ്പെട്ടവരായിരുന്നു. പരാജിതരായ നമ്മളെ വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ നേതാവാരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മളെ വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ നേതാവ് ഹബീബായ തങ്ങളാണ്. അല്ലാഹു വിജയികൾ നമ്മളെ പെടുത്തി തരട്ടെ, അവിജയികളിൽ അല്ലാഹു പെടുത്തി തരട്ടെ. മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്നവരാണ് നമ്മൾ, കാരണക്കാർ റസൂലുള്ളാഹിയാണ്. നമ്മൾ വിജയത്തിന് അവകാശികളാണ്, കാരണക്കാർ മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ രണ്ട് നിഅമത്ത് പറഞ്ഞിട്ട് യൂസുഫ് അന്നബ്ഹാനി തങ്ങൾ പറയാണ്, ആദിഹി നിഅമത്തുൻ കുബറാ. ഇത് എത്ര വലിയ നിഅമത്താണ്! ഈമാനിന്റെ വെളിച്ചം തന്നു, വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തി. ആദിഹി നിഅമത്തുൻ കുബറാ, ഇത് എത്ര വലിയ നിഅമത്താണ്! മഹാനായ യൂസുഫ് നബ്ഹാനി തങ്ങള് വസായിലുൽ വസൂലിൽ എഴുതി വച്ചത് കാണാം. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, മുത്തുനബി ചെയ്ത ഇത്രയും വലിയൊരു നിഅമത്തില്ലേ, നിഅമത്തുൻ കുബറാ, ഇതിന് പകരം കൊടുക്കാൻ നമ്മൾക്ക് കഴിയില്ല, അങ്ങോട്ട് പകരം കൊടുക്കാൻ നമുക്ക് കഴിയില്ല. മുത്തുനബിക്ക് പകരം കൊടുക്കാൻ അല്ലാഹുവിനിക്കല്ലാണ്ട് ഒരാൾക്കും കഴിയില്ല. ഹബീബായ തങ്ങൾക്ക് കൊടുക്കാൻ അല്ലാഹ്ക്കല്ലാണ്ട് കഴിയില്ല, നമുക്കാർക്കും അങ്ങോട്ടൊന്നും കൊടുക്കാൻ കഴിയില്ല. എന്നാലും പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, നിങ്ങൾ നിഅമത്തിനിക്ക് ശുക്റുള്ളവരാകണം, അല്ലാഹ് ചെയ്ത നിഅമത്തിനിക്ക് നന്ദിയുള്ളവരാകണം. ഏതാണ് ആ നിഅമത്ത്? നിഅമത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി. അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. അല്ലാഹു ചെയ്ത നിഅമത്തിനെ നിങ്ങൾ എടുത്തു പറയണം. തഫ്സീരിന്റെ പണ്ഡിതന്മാർ എഴുതി വച്ചത് കാണാം. അല്ലാഹുവിന്റെ നിഅമത്ത് ഏതാണ്? അൻ-നിഅമതു മുഹമ്മദുർ റസൂലുള്ളാഹി. അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. അല്ലാഹുവിന്റെ നിഅമത്തിനെ നിങ്ങൾ എടുത്തു പറയണമെന്ന് ഖുർആൻ പറയാണ്. ആ നിഅമത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളാണെന്ന് ഒട്ടനവധി തഫ്സീരിൽ ഇമാമികൾ എഴുതി വച്ചത് കാണാം. അതേ നിഅമത്തിനെ കുറിച്ചല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി, അല്ലാഹുവിന്റെ ഹബീബാകുന്ന തങ്ങളാകുന്ന നിഅമത്തിനെ കുറിച്ച് എണ്ണുകയാണ് എങ്കിൽ ലാ തുഹ്സൂഹാ, നിങ്ങൾക്കത് എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. അല്ലാഹുവിന്റെ നിഅമത്തിനെ എണ്ണുകയാണെങ്കിൽ അൻ-നിഅമതു മുഹമ്മദുർ റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് തങ്ങൾ അവിടുത്തെ ശിഫയിൽ എഴുതി വെച്ചത് കാണാം. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി എന്ന് പറഞ്ഞാൽ അവിടെയും നിഅമത്ത് കൊണ്ട് മുറാദ് റസൂലുള്ളാഹിയാ.
അവർ റസൂലുള്ളയാകുന്ന നിഅമത്തിനെ എണ്ണിത്തീർക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അത്രയും വലിയ നിഅമത്തല്ലേ അല്ലാഹു ചെയ്തത്. നിങ്ങൾ തീർന്നില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലഖദ് മല്ലല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅത ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, ലഖദ് മല്ലല്ലാഹു അലൽ മുഅ്മിനീന, അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് പെരുത്തും ഗുണം ചെയ്തിട്ടുണ്ട്. എന്താണ് ആ ഗുണം? എന്താണ് ആ ഗുണം? എന്താണ്? ഇദ് ബഅത ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽപ്പെട്ട ഒരു പ്രവാചകനെ അല്ലാഹു തആല അവരിലേക്ക് പറഞ്ഞയച്ചു. അതാണ് ഏറ്റവും വലിയ നിഅമത്ത്. അവരിൽപ്പെട്ട പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അല്ലാമ ഇബ്നു കസീറിന്റെ തഫ്സീരിൽ കാണാം, അവരിൽപ്പെട്ട എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഒന്ന് മക്കക്കാരിൽപ്പെട്ട, മക്കക്കാരായ, അവരെ നാട്ടുകാരനായ, മക്കയിലെ ഏറ്റവും വലിയ തറവാട്, ഏറ്റവും വലിയ ഗോത്രം, റസൂലൻ മിൻഹും, അവരിൽപ്പെട്ട ഒരു വണ്ണമായ റസൂലിനെ അല്ലാഹു പറഞ്ഞയച്ചു. അവരിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ മക്കക്കാരനാണെന്ന് മാത്രം. പക്ഷേ മുത്തുനബിക്ക് കിടപിടിക്കുന്ന ഒരു മക്കയിൽ ഒരാളില്ല, ലോകത്തെവിടെയും ഇല്ല. അത് അഷ്റഫുൽ ഖൽഖ, മുത്തുനബിക്ക് സമാനമായി മറ്റൊരാളില്ല. മക്കയിലെ ഏറ്റവും വലിയ തറവാട്, ഏറ്റവും വലിയ തറവാട്. ആ തറവാട് പറയാൻ വേണ്ടി മാത്രം ഉലമാ ഇവിടെ കിതാബ് ഉണ്ടാക്കിയില്ലേ. റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ തറവാട്, ഏറ്റവും വലിയ ഗോത്രം, ഏറ്റവും വലിയ പിതാവന്മാർ, ഏറ്റവും വലിയ മാതാക്കള്, അങ്ങനെ എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹിനെ നമ്മൾ പറഞ്ഞയച്ചില്ലയോ, അത് ഏറ്റവും വലിയ നിഅമത്താണ്, ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് ഖുർആൻ പറയാണ്. ആ റസൂലുള്ള എന്താ ചെയ്യുന്നത്? യത്ലു അലൈഹിം ആയാതിഹി, പരിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകളെ സ്വഹാബത്തിന് റസൂലുള്ള ഓതി കൊടുക്കുകയാണ്. മക്ക ജനങ്ങൾക്ക് റസൂലുള്ള ഓതി കൊടുക്കുകയാണ്. റസൂലുള്ളാഹിക്ക് ജിബ്രീൽ ഓതി കൊടുക്കുകയാണ്. ജിബ്രീലിന്റെ വക്കൽ നിന്ന് ശരിക്കും ബൈഹർനാക്കിയ റസൂലുള്ളാഹി തങ്ങള് അത് സ്വഹാബത്തിന് അപ്പടി ഓതി കൊടുക്കുകയാണ്. സ്വഹാബത്തിന് ഓതി കൊടുത്തു എന്ന് മാത്രമല്ല, വയുസക്കീഹിം, ആ സ്വഹാബത്തിനെ സംസ്കരിച്ചെടുക്കുകയാണ്, അവരെ നന്നാക്കിയെടുക്കുകയാണ്. ജാഹിലിയ കാലഘട്ടത്ത് വളർന്ന മനുഷ്യരല്ലേ സ്വഹാബത്ത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവരെ സംസ്കരിച്ചെടുക്കുന്നു, അവരെ നന്നാക്കിയെടുക്കുന്നു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു നിങ്ങൾക്കറിയില്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? പിന്നീട് ഹബീബിന്റെ മുമ്പിലേക്ക് വന്ന് ഇസ്ലാം മതം സ്വീകരിച്ചപ്പോ ഇന്ന് ലോകം കേൾക്കുമ്പോ പറയുന്നു, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സംസ്കരിച്ചെടുത്ത നേതാവാണ്. ഉസ്മാൻ തങ്ങൾ റസൂലുള്ളാഹി സംസ്കരിച്ചെടുത്ത നേതാവാണ്. അലിയാർ തങ്ങൾ റസൂലുള്ളാഹി സംസ്കരിച്ചെടുത്ത നേതാവാണ്. 100,000 ചില്ലാനം സ്വഹാബത്ത് റസൂലുള്ളാഹി നന്നാക്കിയെടുത്ത സ്വഹാബത്താണ്. അസ്ഹാബി കന്നുജൂ, മക്കയിലെ ജാഹിലിയ കാലഘട്ടത്തിൽ നിന്ന് ഹബീബായ തങ്ങൾ ഖുർആൻ ഓതി സംസ്കരിച്ചെടുത്ത സ്വഹാബത്തിനെ കുറിച്ച് ഹബീബായ തങ്ങൾ പറയാണ്, അസ്ഹാബി കന്നുജൂം, എന്റെ സ്വഹാബത്ത് ആകാശലോകത്തുള്ള നക്ഷത്രങ്ങളെ പോലെയാണ് എന്ന് പറഞ്ഞാൽ അവരെല്ലാം മുത്തുനബിയിൽ നിന്ന് വെളിച്ചം സിദ്ധിച്ചവരാണ്. ഏത് സ്വഹാബത്തിനെ പിന്തുടർന്നാലും നിങ്ങൾ നേരായ മാർഗം സിദ്ധിച്ചവരാണ്. സ്വഹാബത്തിനെ ഫോളോ ചെയ്തോളൂ, നിങ്ങൾ നേരായ മാർഗത്തിലാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. അസ്ഹാബത്തു കുല്ലുഹും ഉദൂൽ, സ്വഹാബികൾ മുഴുവനും നീതിമാന്മാരാണ്. അങ്ങനെ സ്വഹാബത്തിന്റെ മഹത്വം എത്രയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ആ സ്വഹാബത്തിനെ സംസ്കരിച്ചെടുത്തത് ആരാണ്? ഹബീബുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നിങ്ങൾ നോക്കൂ, തീർന്നില്ല. ആ ഹബീബായ തങ്ങൾ ഖുർആൻ ഓതി കൊടുത്ത സ്വഹാബത്ത്, റസൂലുള്ളാഹി സംസ്കരിച്ചെടുത്ത സ്വഹാബത്ത്, അവർ റസൂലുള്ളാഹിന്റെ കാലത്ത് അവർ കേരളത്തിലേക്ക് വന്നല്ലോ. മാടായി പള്ളിയിൽ ഇന്നും എഴുതി വെച്ചത് കാണാം,
ആ പള്ളി നിർമ്മിച്ചത് സ്വഹാബത്താണ്. ഹിജ്റ 5-ാം വർഷം നിർമ്മിച്ച പള്ളിയാണ്. ഹിജ്റ 5 എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹിന്റെ 57-ാമത്തെ വയസ്സാണ്. റസൂലുള്ള മദീനയിൽ ജീവിക്കുന്ന കാലത്ത് സ്വഹാബത്ത് വന്നിട്ട് കേരളത്തിലതാ പള്ളികൾ നിർമ്മിക്കുകയാണ്. കാസർഗോഡ് തളങ്കര പള്ളിയില്ലേ, ഹിജ്റ 12-ാം വർഷം നിർമ്മിച്ച പള്ളിയാണ്. ഹബീബായ തങ്ങൾ ഹിജ്റ 10-ന് വഫാത്താകുകയാണ്. റസൂലുള്ള വഫാത്തായി 2 കൊല്ലം കഴിഞ്ഞപ്പോൾ നിർമ്മിച്ച പള്ളിയാണ്. അങ്ങനെ റസൂലുള്ളാഹി തങ്ങളുടെ ശിഷ്യത്വം സ്വീകരിച്ച സ്വഹാബത്ത് അവർ ലോകമൊട്ടാകെ സഞ്ചരിക്കുകയാണ്. എന്തിനേറെ പറയണം, അങ്ങനെ കേരളത്തിൽ പള്ളി നിർമ്മിച്ചു എന്ന് മാത്രമല്ല, നമ്മുടെ മംഗലാപുരത്തുനിന്ന് ഉടുപ്പിയിലേക്ക് പോകുമ്പോൾ അതാ പാർക്കൂറിൽ കാണാം ഒരു പള്ളി. അത് മാലിക് ബിൻ ദീനാർ നിർമ്മിച്ച പള്ളിയാണ്. കേരളത്തിലെ 10 പള്ളികളിൽ 9 എണ്ണം കേരളത്തിലും, അതാ മറ്റൊന്ന് കാണാം ഉടുപ്പിയിലെ പാർക്കൂർ പള്ളി. അടുത്ത പള്ളി കാണാൻ വേണ്ടി പോയപ്പോൾ പൊളിച്ച് തരിപ്പണമാക്കിയിട്ടുണ്ട്, ഒന്നുമില്ല. പാർക്കൂർ പള്ളി അതിങ്ങനെ പുനർനിർമ്മിക്കുകയാണ്, പുതുതായി കെട്ടുകയാണ്. സ്വഹാബത്ത് നിർമ്മിച്ച പള്ളിയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബത്തിന് ഖുർആൻ ഓതിക്കൊടുത്തു എന്ന് ഖുർആൻ പറഞ്ഞിട്ട് പറയാണ്, വയുസക്കീഹിം, അവരെ സംസ്കരിച്ചെടുത്തത് റസൂലുള്ളയാണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ സ്വഹാബത്തിന് റസൂലുള്ള ഏത് നിലക്കാണ് സംസ്കരിച്ചെടുത്തത്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് പറയാൻ കഴിയില്ല, ഉമർ ഖത്താബിനെ കുറിച്ച് പറയാൻ കഴിയില്ല, ഉസ്മാൻ തങ്ങളെ പറയാൻ കഴിയില്ല. താരീഖു സ്വഹാബ കാണാം, അതുപോലെ ഒട്ടനവധി ഗ്രന്ഥങ്ങളിൽ മഹത്തുക്കൾ എഴുതി വച്ചത് കാണാം. ഈ സ്വഹാബത്ത്, ഇത്രയും വലിയ പദവിയുള്ള സ്വഹാബത്തിനെ ഇവിടെ സംസ്കരിച്ചെടുത്തത് ആരാണ്? ഹബീബുൽ വറാ റസൂലുള്ളാഹി. പോരാ, എന്നിട്ടോ വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഖുർആൻ ഓതിക്കൊടുത്തത് മാത്രമല്ല, അവരെ സംസ്കരിച്ചെടുത്തത് മാത്രമല്ല, വയുഅല്ലിമുഹുൽ കിതാബ, അവർക്ക് ശരിക്കും ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വൽ ഹിക്മ, ഹദീസും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഹബീബായ തങ്ങൾ ഖുർആൻ ഓതി കൊടുത്തിട്ട്, ഹദീസ് ഓതി കൊടുത്തിട്ട്, അതിന് ശരിക്കും സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹിന്റെ വക്കൽ നിന്ന് പഠിച്ച സ്വഹാബത്തില്ലേ, ആ സ്വഹാബത്തിൽ ഖുർആനിൽ സംശയമില്ല, റസൂലുള്ളാഹിന്റെ ഹദീസിൽ സംശയമില്ല. കാരണം അവർ റസൂലുള്ളാഹിന്റെ വക്കൽ നിന്ന് പഠിച്ചവരാണ്. റസൂലുള്ളാഹി ശരിക്കും ഇരുത്തി പഠിപ്പിച്ചവരാണ് സ്വഹാബത്ത്. അതുകൊണ്ടല്ലേ ആ സ്വഹാബത്തിനെ പിന്തുടരാനല്ലേ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഊഹും ബിഇഹ്സാൻ, മുഹാജിരീങ്ങളാകുന്ന അൻസാരികളാകുന്ന സഹാബത്ത് അവർ അല്ലാഹു പൊരുത്തപ്പെട്ടവരാണ്. റളിയല്ലാഹു അൻഹു വറളൂ അൽ, അവർ അല്ലാഹു പൊരുത്തപ്പെട്ടവരാണ്, അല്ലാഹു അവരെയും പൊരുത്തപ്പെട്ടവരാണ്. അപ്പോൾ അല്ലാഹു ഖുർആനിൽ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ് ബഹുമാനിച്ച സ്വഹാബത്ത്, ആ സ്വഹാബത്തിനെ ഇത്രയും വലിയ പദവിയിലേക്ക് കൈപിടിച്ചുയർത്തിയതാരാണ്? ഹബീബുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ സ്വഹാബത്തിന് ഖുർആൻ ഓതി പഠിപ്പിച്ചിട്ട് അത് ശരിക്കും അതിന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹിന്റെ വക്കൽ നിന്ന് ഖുർആൻ പഠിച്ച സിദ്ദീഖ് തങ്ങൾക്ക് യാതൊരു സംശയവുമില്ല, ഉമർ ഖത്താബിന് സംശയമില്ല, ഉസ്മാൻ തങ്ങൾക്ക് സംശയമില്ല. റസൂലുള്ളാഹിന്റെ വക്കൽ നിന്ന് ഖുർആൻ പഠിച്ച സ്വഹാബത്തല്ലേ. ഓരോന്നിനും തെളിവ് പറയാൻ ഇവിടെ സമയം അനുവദിക്കുന്നില്ല. ഒറ്റ കാര്യം പറയട്ടെ, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ഹബീബായ തങ്ങളെ എല്ലാം എല്ലാ നിലക്ക് സ്നേഹിച്ച മഹാനല്ലേ സിദ്ദീഖുൽ അക്ബർ തങ്ങള്. സുബ്ഹാനല്ലാഹ്, ഏതുവരെ എന്നറിയുമോ? പറയാൻ കഴിയുന്നില്ല, നാക്കിലൂടെ അത് പറയാൻ അനുവദിക്കുന്നില്ല. എന്നാലും പറയട്ടെ, റസൂലുള്ളാഹിനെ സ്നേഹിച്ച സിദ്ദീഖ് തങ്ങൾ വഫാത്തായി, റസൂലുള്ളാഹി വഫാത്തായി 2.5 കൊല്ലം കഴിഞ്ഞ് സിദ്ദീഖ് തങ്ങൾ 63-ാമത്തെ വയസ്സിൽ വഫാത്താകുകയാണ്. ആ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കണ്ടില്ലേ? റസൂലുള്ളാഹി വഫാത്തായതിന്റെ ശേഷം അതാ എവിടെന്നും പനി പിടിച്ചാൽ, വല്ല ക്ഷീണം പിടിച്ചാൽ
സിദ്ദീഖ് തങ്ങൾ ചോദിക്കും ഇന്നേതാ ദിവസോ? അപ്പൊ സഹാബത്ത് കൂടെ ഉള്ളവർ ഇന്ന് തിങ്കളാഴ്ച. ഞാൻ മരിക്കുന്ന ദിവസമാണ് ഇന്ന്, ഞാൻ മരിക്കുന്ന ദിവസമാണ്. ഞാൻ ഇന്ന് മരിച്ചാൽ നിങ്ങൾ എന്നെ നാളേക്ക് വെക്കരുത്. തിങ്കളാഴ്ച അസ്തമാനത്തിന് മുമ്പ് എന്നെ ഖബറടക്കണം. അത് എൻ്റെ ഹബീബ് വഫാത്തായ ദിവസമാണ്, എൻ്റെ ഹബീബ് വഫാത്തായ ദിവസമാണ്. അതുകൊണ്ട് എന്നെ തിങ്കളാഴ്ച മരിച്ചാൽ എന്നെ മാറ്റിവെക്കരുത്, അപ്പം തന്നെ എന്നെ ഖബറടക്കണം. എൻ്റെ ഹബീബ് പോയ അതേ ദിവസം എൻ്റെ ഹബീബിൻ്റെ ഹദറത്തിലേക്ക് എനിക്ക് പോകണം. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ പക്കൽ നിന്ന് ഖുർആൻ പഠിച്ച ആളാണ്. സിദ്ദീഖ് തങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, ഉറങ്ങുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് റസൂലുള്ളാഹിന്റെ കൂടെ ഹിജ്റ പോകുകയാണ്. നോക്കൂ നിങ്ങൾ, ശത്രുക്കൾ ഇങ്ങനെ റസൂലുള്ളാഹിനെ വലയം ചെയ്യുകയാണ്, റസൂലുള്ളാഹിനെ വധിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. റസൂലുള്ളാഹിന്റെ കൂടെയുള്ള അലിയാർ തങ്ങളെ റസൂലുള്ളാഹിന്റെ കിടക്കുന്ന കട്ടിലിൽ കടത്തുന്നു. സിദ്ദീഖ് തങ്ങളെ കൂട്ടിയിട്ട് റസൂലുള്ള യാത്ര പുറപ്പെടുന്നു. ഇവിടെ ചിന്തിക്കാൻ ഒരു പാടുണ്ട്. അതെന്താ? പാഠം. റസൂലുള്ളാഹിനെ 4 ഭാഗത്ത് ശത്രുക്കൾ കാത്തുകയാണ്. ആ ശത്രുക്കളോട് നേരിടണമെങ്കിൽ അത് അലിയാർ തങ്ങൾക്കേ കഴിയൂ, സിദ്ദീഖ് തങ്ങൾക്ക് കഴിയില്ല. കാരണം അലിയാർ തങ്ങളുടെ പേരെന്തെന്നറിയോ? അസദുല്ലാഹി, അല്ലാഹുവിന്റെ സിംഹക്കുട്ടി എന്നാണ്. അള്ളാഹിന്റെ സിംഹക്കുട്ടിയാണ് അലിയാർ തങ്ങൾ. ശത്രുക്കൾ മുമ്പിൽ വന്ന ഒറ്റൊന്നിന്റെ തലയുണ്ടാവൂല. സിംഹക്കുട്ടിയാണ്. സിംഹം തുള്ളുന്നത് പോലെ തുള്ളും സദസ്സിലേക്ക്. പക്ഷെ കൂട്ടിയതാരെയാ? സിദ്ദീഖ് തങ്ങളെ. സിദ്ദീഖ് തങ്ങളാരാ? വളരെ ലൈഫായ ചെറിയൊരു മനുഷ്യനാണ്, സാധുവാണ്, ശക്തി കുറഞ്ഞ ആളാണ്, പക്ഷെ മുഹബ്ബത്ത് കൂടിയ മഹാനാണ്. പക്ഷെ റസൂലുള്ള മദീനയിലേക്ക് പോകുമ്പോൾ ആരാ തിരഞ്ഞെടുക്കുന്നേ? സിദ്ദീഖ് തങ്ങളെ. കാരണം മുത്തുനബിന്റെ യാത്രയാങ്ങളിൽ കൂടെ സിദ്ദീഖ് ഉണ്ടെങ്കിൽ അത് നടക്കുള്ളൂ, അല്ലെങ്കിൽ നടക്കൂല. അതങ്ങനെയാണ്. ഹബീബും സിദ്ദീഖും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. മുത്തുനബിന്റെ യാത്രയാകണമെങ്കിൽ അത് സിദ്ദീഖ് ഉണ്ടെങ്കിലേ നടക്കൂ. അങ്ങനെയല്ലേ? യാത്ര പോകുമ്പോ ഒരു മനുഷ്യനെ കുറിച്ച് അറിയണമെങ്കിൽ കൂടെ യാത്ര കൂട്ടണം. അപ്പൊ എല്ലാ കഥയും തീരുന്നു. പിന്നെ അതോട് അവസാനത്തെ യാത്ര ഇനി പോലും ഉണ്ടാവൂല, അല്ലേ? യാത്ര കൂട്ടിയാൽ മതി. ഇത് ലൈവാണല്ലോ അടച്ചോനെ. ഞാൻ ഒരു പ്രാവശ്യം അജ്മീർ പോയി. ഞാൻ ഈ കൂട്ടത്തിൽ ആരും കൂട്ടിയിട്ട് പോക്കില്ല, ഒറ്റക്കന്നെ പോക്കാം. കാരണം ഒരിക്കൽ പോയിട്ട് തന്നെ എടുത്തു. ഞാൻ ഒരു ദിവസം അജ്മീർ പോയി, 2 ആളെ കൂട്ടിയിട്ട് പോയി. 2 ആളെ കൂട്ടി. അങ്ങനെ അജ്മീർ ബോംബെക്ക് ഒരു തമ്മിൽ 2 ആൾ തല്ലായി, ഒരു തമ്മിൽ അടിച്ച് 4 ആളും തല്ലായി. ഞാൻ നോക്കി നിന്നെത്തു ബാക്കി. അതിന് ശേഷം ഞാൻ ഒരാളെ ടൂറിൽ ഞാൻ പോക്കില്ല. ഞാൻ പോകുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ കുടുംബത്തിനെയോ അല്ലെങ്കിൽ 2 മുത്താരികളെ കൂട്ടി ഒറ്റ പോക്ക്. അതേ മുത്താരികൾ എല്ലാവരും കൂട്ടിയിട്ട് പോക്കില്ല, 1 2 ആളെ കൂട്ടിയിട്ട് പോക്കുമോ. യാത്രയിലെ മനുഷ്യനെ തിരിയുള്ളൂ. സിദ്ദീഖ് തങ്ങളെ യാത്രയാകണമെങ്കിൽ കൂടെ വേണം അബൂബക്കർ സിദ്ദീഖ്. സിദ്ദീഖ് ഇല്ലെങ്കിൽ മുത്തുനബിന്റെ യാത്രയല്ല. കാരണം മുത്തുനബിയെ ഇത്രയും മഹബത്ത് വെച്ചൊരു മഹാൻ അള്ളാന്റെ ഭൂമിന്റെ കീഴ്ഭാഗത്തില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മദീനയിലെ യാത്ര തുടങ്ങി മക്കയിൽ നിന്നിട്ട് ഒരു 7 കിലോമീറ്റർ അപ്പുറം എത്തുമ്പോ നേരം വെളുക്കുകയാണ്. സിദ്ദീഖ് തങ്ങളൊന്ന് പഠിക്കണം നിങ്ങള്. ആ സിദ്ദീഖുൽ അക്ബർ തങ്ങള് മദീനയിലേക്ക് റസൂലുള്ളാഹിന്റെ കൂടെ പോകുന്നു. ഒരു 7 കിലോമീറ്റർ ആകുമ്പോ നേരം വെളുക്കുന്നു. നേരെ കേറുന്നു ഗാർ സൗറിലേക്ക്. സുബ്ഹാനല്ലാഹ്, ഗാർ സൗറിലേക്ക് അങ്ങ് കയറി 3 മണിക്കൂർ മേൽപോട്ടങ്ങ് കയറണം. അന്നത്തെ കാലത്ത് കയറാൻ സ്റ്റപ്പില്ല, കൈപിടിക്കാൻ സൗകര്യമില്ല. ഇന്ന് പിടിക്കാൻ സൗകര്യമുണ്ട്, സ്റ്റെപ്പുണ്ട്, നന്നായി നടക്കാം. ഇൻഷാ അല്ലാഹ് 2-3 മാസം കഴിയുമ്പോൾ ഇപ്പോൾ ഗാർ സൗറിലേക്കും ഗാർ ഹിറയിലേക്കും ലിഫ്റ്റ് വരാൻ വേണ്ടി പോകുകയാണ്. 10 മിനിറ്റ് കൊണ്ട് മേൽപോട്ട് കയറി തിരിച്ചു വരാം. അല്ലാഹ് കാണാൻ തൗഫീഖ് ചെയ്യട്ടെ, പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി ലിഫ്റ്റ് സൗകര്യമാണ്, ഗാർ സൗറിലേക്കൊക്കെ കയറാൻ വേണ്ടിയിട്ട് ലിഫ്റ്റ് സൗകര്യമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ കേറി സിദ്ദീഖ് തങ്ങൾ അങ്ങ് കേറി
അങ്ങ് പകുതിയിലെത്തി നോക്കുമ്പോൾ സിദ്ദീഖ് തങ്ങൾ മുമ്പിലാണ്, റസൂലുള്ള ബാക്കിലാണ്. അത് അപകടമല്ല. റസൂലുള്ളാഹിക്ക് വഴി ക്ലിയറാക്കി കൊടുക്കാൻ സിദ്ദീഖ് തങ്ങൾ മുമ്പിൽ പോയതാ, അല്ലാണ്ട് ശൈഖുനേക്കാൾ മുമ്പ് പോയതല്ല. ശിഷ്യൻ വഴി ക്ലിയറാക്കി കൊടുക്കാൻ വേണ്ടി പോയതാ. അങ്ങനെ സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ വഴി ഇങ്ങനെ ക്ലിയറാക്കി ഇങ്ങനെ പോയി തിരിഞ്ഞു നോക്കുമ്പോ ഹബീബായ തങ്ങൾ കുറെ ബാക്കിലുണ്ട്. റസൂലുള്ളാഹിക്ക് ക്ഷീണം കൊണ്ട് കയറാൻ പറ്റുന്നില്ല. സിദ്ദീഖ് തങ്ങൾക്ക് റസൂലുള്ളാഹിനേക്കാൾ 2.5 വയസ്സ് കുറവാണ്. കുറെ വലിയ വ്യത്യാസമൊന്നുമില്ല, 2.5 വയസ്സ് കുറവാണ്. സിദ്ദീഖ് തങ്ങൾ നേരെ മെലിഞ്ഞൊട്ടിയ വളരെ സാധുവായൊരു മനുഷ്യനാണ്, ശക്തി കുറഞ്ഞ മനുഷ്യനാണ്. സിദ്ദീഖ് തങ്ങൾ നേരെ ബാക്കിലേക്ക് വന്നു, റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വന്നിട്ട് അങ്ങ് കുളിഞ്ഞു കൊടുത്തിട്ട്, നബിയെ എന്റെ പുറത്ത് കയറിക്കോളി, നബിയെ പുറത്ത് കയറിക്കോളി എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിനെ ചുമലിൽ കയറ്റിട്ട് കയറുന്നു ആ പർവ്വതത്തിലേക്ക്. ഒറ്റക്കല്ല, റസൂലുള്ളാഹിനെ ചുമലിൽ കയറ്റി റസൂലുള്ളാഹിനെ ചുമന്ന് സിദ്ദീഖ് തങ്ങൾ കയറി. അങ്ങ് ഗുഹന്റെ അകത്തേക്ക് എത്തിയപ്പോൾ സുബ്ഹാനല്ലാഹ്, സിദ്ദീഖ് തങ്ങൾക്ക് ക്ഷീണം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. വല്ലാത്ത ക്ഷീണിതരാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങള്. അങ്ങനെ കൊണ്ടുപോയ വെള്ളവും ഭക്ഷണവും അങ്ങോട്ട് തീർന്നു. 3 ദിവസം ഗുഹയിലങ്ങ് താമസിക്കുകയാണ്. 2ാമത്തെ ദിവസമായപ്പോ ദാഹിച്ച് പടക്കുകയാണ്. അബൂബക്കറു അത്ശൻ ശദീദാ. സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് എന്തൊരു ദാഹമാണ്, കുടിക്കാൻ വെള്ളമില്ല. കൊണ്ടുപോയ ഒന്നും കയ്യിലില്ല, എല്ലാം തീർന്നുപോയി. റസൂലുള്ളാഹിന്റെ പക്കൽ നിന്ന് ഖുർആൻ പഠിച്ച സിദ്ദീഖ് തങ്ങൾ പറയുന്നു റസൂലുള്ളാഹിനോട്, ഓ നബിയേ, ദാഹിച്ച് സഹിക്കാൻ പറ്റുന്നില്ല നബിയേ. കയ്യിൽ വെള്ളം ഇല്ല എന്ന് സിദ്ദീഖ് തങ്ങൾക്കറിയാമല്ലോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ കയ്യിൽ വെള്ളം ഇല്ല, എന്നിട്ടും സിദ്ദീഖ് തങ്ങൾക്ക് റസൂലുള്ളാഹിനെ അറിയാം. ഖുർആൻ റസൂലുള്ളാഹിന്റെ പക്കൽ നിന്ന് പഠിച്ച ശിഷ്യനാണ്. ശിഷ്യൻ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് വെള്ളം വേണം നബിയേ, എനിക്ക് വെള്ളം വേണം നബിയേ. ഹബീബായ തങ്ങൾ പറഞ്ഞു, ഇംതലിക് ഇലൽ ഗാർ, ഗുഹന്റെ അപ്പുറത്തേക്ക് പോയിക്കോ സിദ്ദീഖേ, ഗുഹന്റെ പുറത്തേക്ക് പോയിക്കോ സിദ്ദീഖേ. സിദ്ദീഖ് തങ്ങൾ ഗുഹന്റെ പുറത്തേക്ക് പോയി നോക്കുമ്പോ നല്ല വെള്ളത്തിന്റെ ഒരു ചാല്, വെള്ളത്തിന്റെ ഒരു തോട് ഗുഹന്റെ പുറത്തിങ്ങനെ ഒലിക്കുകയാണ്. സിദ്ദീഖ് തങ്ങൾ പറയാണ്, ശരീബത്തുമില്ലോ, ഞാൻ ആ തോട്ടിൽ നിന്ന് കുടിച്ചു. അഹ്ലാ മിനൽ അസലി, അത് തേനിനേക്കാൾ മധുരമാണ്. വഅബിയദ മിനൽ ലബനി, അത് പാലിനേക്കാൾ വെളുത്തതാണ്. വഅത്യബ മിനൽ മിസ്കി, കസ്തൂരിനേക്കാൾ സുഗന്ധമാണ്. കസ്തൂരിനേക്കാൾ സുഗന്ധമുള്ള, പാലിനേക്കാൾ വെളുത്ത, തേനിനേക്കാൾ മധുരമുള്ള വെള്ളം ഞാനങ്ങ് കുടിച്ചു. ദാഹം തീർത്ത് ഞാൻ മുത്തുനബിന്റെ ഹദറത്തിലേക്ക് അങ്ങോട്ട് നീങ്ങി. എന്നെ കണ്ടപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, അശരീബത യാ അബൂബക്കർ, കുടിച്ചോ സിദ്ദീഖേ? ശരീബതു മിൻഹു യാ റസൂലല്ലാഹ്, ഞാൻ കുടിച്ചു നബിയേ. അപ്പോഴാണ് മുത്തുനബി തങ്ങൾ ചോദിക്കുകയാണ്, അഫലാ ഉബശ്ശിറുക, ഞാൻ അങ്ങയോടൊരു സന്തോഷ വാർത്ത പറയട്ടെയോ സിദ്ദീഖ് തങ്ങളെ? ബലാ ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, ആയിക്കോട്ടെ നബിയെ, സന്തോഷ വാർത്ത പറയണേ. അപ്പോഴാണ് മുത്തുനബി തങ്ങൾ പറയാണ്, സിദ്ദീഖേ, നിങ്ങളോട് ദാഹിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? ഞാൻ എൻ്റെ റബ്ബിനോട് പറഞ്ഞു, ഞങ്ങൾ സിദ്ദീഖ് എനിക്ക് ദാഹിക്കുകയാണ്. അല്ലാഹു തആല സ്വർഗത്തിന്റെ മലക്കുകളോട് പറഞ്ഞു, സ്വർഗത്തിലുണ്ടല്ലോ വലിയ വലിയ തോടുകള്, കള്ളിന്റെ, തേനിന്റെ, പാലിന്റെ, നൽവെള്ളത്തിന്റെ പുഴകള്. ആ പുഴയിൽ നിന്ന് റസൂലുള്ളാഹി താമസിക്കുന്ന ഗുഹയിലേക്ക് ഒരു തോടങ്ങ് കീറിക്കൊടുക്കാൻ അതാ മലക്കിനെ അല്ലാഹ് ഏൽപ്പിക്കുകയാണ്. അത് സ്വർഗത്തിന്റെ വെള്ളമാണ്. 6-ാം നൂറ്റാണ്ടുകാരനായ ഇമാം മറാഖിശി റളിയല്ലാഹു അൻഹു മിസ്ബാഹുൽ ദലാമിൽ ചരിത്രം
വെച്ചത് കാണാൻ. ഞാൻ എന്തിനാണിത് പറഞ്ഞത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? റസൂലുള്ളാഹിന്റെ വക്കൽ നിന്ന് ഖുർആൻ പഠിച്ച സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ്. തങ്ങൾക്ക് സംശയമില്ല, വെള്ളമില്ലാതെ വിഷമിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിനോട് അത്ഭുതത്തിന്റെ വെള്ളം ചോദിച്ചിട്ട് സഹായം തേടുന്നു. റസൂലുള്ളാഹിന്റെ ഖുർആൻ പഠിച്ച ശിഷ്യന്മാർക്ക് അതിൽ സംശയമില്ല. ഇനി കണ്ടില്ലേ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഖത്താബ് ഭരണം നടത്തുന്ന കാലമാണ്. അതാ റസൂലുള്ളാഹി വഫാത്തായി 7-8 കൊല്ലങ്ങളങ്ങ് കഴിയുകയാണ്. അതാ മദീനയിലേക്ക് ഒരു പെണ്ണ് പറയാണ്, ജാഅത്ത് ഇംറഅത്തുൻ ഇലാ അമീരിൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. ഒരു പെണ്ണ് ഉമർ ഖത്താബിന്റെ മുമ്പിലേക്ക് വരികയാണ്. സുബ്ഹാനല്ലാഹ്, ഉമർ ഖത്താബിന്റെ മുമ്പിലേക്ക് ഒരു പെണ്ണ് വന്നിട്ട് പറയുന്നു, യാ അമീറൽ മുഅ്മിനീൻ, ഓ അമീറുൽ മുഅ്മിനീൻ തങ്ങളെ, എനിക്ക് മുത്തുനബിന്റെ സന്നിധാനത്തിൽ എനിക്ക് ഇസ്ലാം മതം സ്വീകരിക്കണോ? എനിക്ക് ഷഹാദത്ത് കലിമ മുത്തുനബി മുഖേന മുത്തുനബിന്റെ ഹദ്റത്തിൽ ഷഹാദത്ത് കലിമ ചൊല്ലണോ എന്ന് ഈ പെണ്ണ് വന്ന് റസൂൽ ഉമർ ഖത്താബിനോട് പറയുമ്പോൾ ഉമർ ഖത്താബ് ചോദിച്ചില്ല, പെണ്ണെ മുത്തുനബി എവിടെ, വഫാത്തായി കൊല്ലം എത്രയായി എന്ന് ചോദിച്ചില്ലല്ലോ. ഉമർ ഖത്താബ് എന്താ ചെയ്യുന്നത്? പെണ്ണെ പോയിക്കോ, അവിടെയാണ് ഖബ്റു ശരീഫ്, അവിടത്തേക്ക് പോയിക്കോ. ഉമർ ഖത്താബ് ആ പെണ്ണിനെ റൗദയിലേക്ക് പറഞ്ഞേക്കാണ്. ഈ പെണ്ണ് റൗദയിലേക്ക് ഇങ്ങനെ പോയി. മുത്തുനബിയുടെ റൗദയിലേക്ക് പോയപ്പോൾ ഉമർ ഖത്താബ് നോക്കാണ് ഈ പെണ്ണ് എന്താ ചെയ്യാ, നോക്കാൻ. ഈ പെണ്ണ് റൗദയിലേക്ക് പോയി. അവിടെ നിന്നിട്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഷഹാദത്ത് കലിമ ചൊല്ലുകയാണ്, റസൂലുള്ളാഹിക്ക് സലാം പറയാണ്. എന്നിട്ട് മുത്തുനബിയോട് വഫാത്തായി കിടക്കുന്ന റസൂലുള്ളാഹിനെ വിളിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഓ നബിയേ എന്ന് വിളിച്ചിട്ട് പെണ്ണ് പറയാണ്, നബിയേ, ഞാൻ മുസ്ലിമീങ്ങൾ താമസിക്കാത്ത ഒരു നാട്ടിൽ നിന്ന് വന്നവളാണ്. നമ്മളെ നാട്ടിൽ മുസ്ലിമീങ്ങളില്ല. ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ച് ഇവിടത്തേക്ക് തങ്ങളുടെ മുമ്പിൽ ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ എനിക്കെൻ്റെ നാട്ടിലേക്ക് ഇനി മടങ്ങിപ്പോകാൻ പറ്റൂല. എനിക്കെൻ്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ പറ്റൂല. എനിക്ക് തങ്ങളെ ഹദ്റത്തിൽ ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് ഇവിടെ തന്നെ മരിക്കണം. യാ റസൂലല്ലാഹ് സൽ റബ്ബക്, ഓ നബിയേ, റബ്ബിനോടൊന്ന് റെക്കമെൻഡ് ചെയ്യണം. എന്താണ് റെക്കമെൻഡ്? എനിക്ക് ഇവിടെ ഒന്ന് മരിക്കണം, ഈ റൗദന്റെ ഹദ്റത്തിൽ എനിക്ക് മരിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണ് അവിടെ കിടക്കുന്നു. പെണ്ണിന്റെ വലത്തെ കവിളിനെ റൗദന്റെ മണ്ണിലേക്ക് ചേർത്തിട്ട് റസൂലുള്ളാഹിനോട് പറയുന്നു, എനിക്കിവിടെ മരിക്കണം, എനിക്കിവിടെ മരിക്കണം. അപ്പോൾ തന്നെ പെണ്ണ് അവിടെ മരിക്കുകയാണ്. ഉമർ ഖത്താബ് ഇത് നോക്കി നിൽക്കുകയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മയ്യത്തിനെ അവിടെ നിന്ന് എടുത്തു. അവിടുത്തെ സ്ത്രീകൾ ആ മയ്യത്ത് അങ്ങോട്ട് കുളിപ്പിച്ചു. ഫസ്വല്ലാഹാ ഉമർ ഇബ്നുൽ ഖത്താബ്, ആ മയ്യത്തിനെ ഉമറുൽ ഖത്താബ് തങ്ങൾ മയ്യത്ത് നിസ്കരിക്കുകയാണ്. എന്നിട്ട് മദീനത്തെ ജന്നത്തുൽ ബഖീൽ കൊണ്ടുപോയി ആ പെണ്ണിനെ ഖബറടക്കുകയാണ്. എന്നിട്ട് ഉമർ ഖത്താബ് പറയുന്നു, മാ റഅയ്തു അഹ്സന മിൻഹാ, ഈ പെണ്ണിനെ പോലത്തൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. വഫാത്തായ റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് പെണ്ണ് ചോദിക്കുന്നു. ഉമർ ഖത്താബ് അത് നോക്കുന്നു. റസൂലുള്ളാഹിനെ വെക്കുന്ന ഖുർആൻ പഠിച്ച ഉമർ ഖത്താബിനിക്ക് സംശയമില്ല. ഉമർ ഖത്താബിനിക്ക് വഫാത്തായ റസൂലുള്ളാഹിനെ വിളിക്കാൻ പറ്റുമോ? സംശയമില്ല. കാരണം ഉമർ ഖത്താബ് ഖുർആൻ പഠിച്ചത് കേരളത്തിലെ ഉമർ സുല്ലമിന്റെ അടുത്ത് നിന്നല്ല, അബ്ദുസലാം സുല്ലമിന്റെ വക്കൽ നിന്നല്ല, റസൂലുള്ളാഹിന്റെ വക്കൽ നിന്ന് ഖുർആൻ പഠിച്ച സ്വഹാബിയ. അവർക്കൊന്നും സംശയമില്ല. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഓരോ ഖലീഫമാരെ കുറിച്ചും പറയണം, സമയമില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ തങ്ങളുടെ പേരെന്താ? ദിന്നൂറൈനി, രണ്ട് പ്രകാശം. ഇപ്പടുത്ത് ഇന്നലെ ഞാൻ യൂട്യൂബ് കണ്ടു, ഒരു ചങ്ങായിന്റെ ക്ലിപ്പ് കണ്ടു. ആ ചങ്ങായി പറയാ, ഉസ്മാൻ തങ്ങൾക്ക് ദിന്നൂറൈൻ എന്ന പേര് അത് കള്ളത്തരാണ്. പാറി നിൽക്കുമ്പോ ഇയാൾ അപ്പൂപ്പം കൊടുത്തതുപോലെ ഉണ്ട് ആ പേര്, അല്ലേ? അതെങ്ങനെ റസൂലുള്ളാഹിന് 200 ഒരാൾക്ക് കിട്ടലെങ്ങനെ? റസൂലുള്ളാഹിക്ക് അല്ലാഹു കൊടുത്ത 100 അല്ലേ? പിന്നെ എങ്ങനെ ശിഷ്യന് 200? അന്തം കമ്മി എന്നല്ലാതെ വേറെന്ത് പറയാനാ?
ബഹുമാനപ്പെട്ട ദിന്നൂറൈൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മഹാനവർകൾ ഖലീഫയായിരിക്കുന്ന കാലത്ത് പ്രതിപക്ഷം, ഭരണപക്ഷത്തിന്റെ പ്രതിപക്ഷം, കർണാടകത്തിന്റെ കഥ എനിക്കറിയില്ല, ഞാൻ കേരളക്കാരനാണ്. ഭരിക്കുന്ന ഭരണപക്ഷത്തിന്റെ പ്രതിപക്ഷം, മറുപക്ഷത്തിരിക്കുന്നവർ ഉമർ ഖത്താബിനെ അറസ്റ്റ് ചെയ്തു. ഭരണാധികാരിയെ എതിരാളികൾ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യുകയാണ്. അന്ന് ഉമർ ഖത്താബിനിക്ക് നോമ്പാണ്. ഉമർ ഖത്താബിനെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഉമർ ഖത്താബിനെ കാണാൻ വേണ്ടി പോയി. അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ, റസൂലുള്ളാഹിന്റെ 2 മക്കളും വഫാത്തായതിന്റെ ശേഷം കഴിച്ച 3ാമത്തെ ഭാര്യ. ഉമർ ഖത്താബിനെ കാണാൻ, ഉസ്മാൻ തങ്ങളെ കാണാൻ വേണ്ടി പോയി. ഉസ്മാൻ തങ്ങൾ ജയിലറിന്ന് എത്തി നോക്കിയിട്ട് പറഞ്ഞു, പെണ്ണേ എനിക്ക് നോമ്പുണ്ട്, എനിക്ക് മഗ്‌രിബാകുമ്പോൾ നോമ്പ് തുറക്കാൻ ഒരു ഗ്ലാസ് വെള്ളം തരണോ, ഒരു ഗ്ലാസ് വെള്ളം തരണോ. ഈ ഉസ്മാൻ തങ്ങളെ ഭാര്യ നേരെ ചുറ്റുഭാഗത്ത് കുറെ പുരയുണ്ട്, ആ പുരയിലേക്കെല്ലാം കയറി. എന്താ വന്നേ? ഒരു ഗ്ലാസ് വെള്ളം പോണം. എന്നിന് ഉസ്മാൻ തങ്ങൾക്ക് നോമ്പ് ഓർക്കാൻ തരൂല, 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 എല്ലാം അറസ്റ്റ് ചെയ്യപ്പെട്ട അക്രമിയാണ്, തരൂല. അങ്ങനെ ഉസ്മാൻ തങ്ങളെ ഭാര്യ കയറി 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 ഒരൊറ്റ പുരയും ബാക്കിയില്ല. മഗ്‌രിബായി, നോമ്പർക്കാനല്ലേ വെള്ളം പോണ്ടേ, മഗ്‌രിബായി, ഇശാവായി, പാതിരാത്രിയായി. അപ്പോൾ ഒരു ചെറ്റക്കുടി അങ്ങോട്ട് കാണുന്നു. ആ ചെറ്റക്കുടിയിലേക്ക് പോയിട്ട്, ഉമ്മ എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം. നീ ആരാണ് മോളെ? ഞാൻ ഉസ്മാൻ തങ്ങളെ ഭാര്യ. എടോ വീട് എത്ര വെള്ളം എടുത്തോ? അർദ്ധരാത്രി 12 മണി രാത്രി ഉസ്മാൻ തങ്ങളെ ഭാര്യ ഒരു ഗ്ലാസ് വെള്ളമായി ജയിലറയിലേക്ക് ഓടുമ്പോൾ ഉസ്മാൻ തങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് ജയിലിലൊന്ന് ചിരിക്കുകയാണ്. എന്താ മോളെ, കഷ്ടപ്പെട്ടോ? അതെ കഷ്ടപ്പെട്ടു. ഞാൻ കുറേ വെള്ളം ചോദിച്ചു, എനിക്കാരും വെള്ളം തന്നില്ല. ഇപ്പോൾ ഇതാ എനിക്കൊരു വയസ്സത്തിയായ ഉമ്മ ഒരു ഗ്ലാസ് വെള്ളം തന്നു. സഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടത് കാണാം, ഇമാമിങ്ങളൊക്കെ ചരിത്രം എഴുതി വെച്ചത് കാണാം. ഇതങ്ങ് നീട്ടുമ്പോൾ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, എനിക്ക് വെള്ളം വേണ്ട, എനിക്ക് വെള്ളം വേണ്ട. എത്ര ബേജാറാവും നിങ്ങൾ ചിന്തിച്ചു നോക്കിയ. ഉച്ചക്ക് തുടങ്ങിയതാ വെള്ളം തേടാൻ വേണ്ടി, അവസാനം അർദ്ധരാത്രി ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയപ്പോ അത് കൊടുക്കുന്ന സമയത്ത് ഉസ്മാൻ തങ്ങൾ എനിക്ക് വെള്ളം വേണ്ട. മഹദി ചോദിച്ചു, ഭർത്താവേ നിങ്ങൾ നോമ്പ് തുറന്നോ? തുറന്നു. നിങ്ങൾക്ക് എവിടെന്നാ വെള്ളം കിട്ടിയത്? ഉസ്മാൻ തങ്ങളെ മറുപടി, മഗ്‌രിബാകുന്ന സമയത്ത് എനിക്ക് നോമ്പ് തുറക്കാൻ വെള്ളം വേണം, പക്ഷെ വെള്ളമില്ല. ഞാൻ വിളിച്ചു, യാ റസൂലല്ലാഹ് എനിക്ക് വെള്ളം വേണം. വഫാത്തായ റസൂലുള്ളാഹ് ഉസ്മാൻ തങ്ങൾക്ക് വെള്ളം കൊടുത്തു. വഫാത്തായ റസൂലുള്ളാഹ് ഉസ്മാൻ തങ്ങൾക്ക് വെള്ളം കൊടുത്തു. വിഷമം വന്നപ്പോൾ ഉസ്മാൻ തങ്ങൾ റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് വെള്ളം ചോദിച്ചില്ലേ? ഉസ്മാൻ നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇല്ല. എന്തേ? റസൂലുള്ളാഹിന്റെ പക്കന്ന് ഖുർആൻ പഠിച്ച ശിഷ്യനാ, റസൂലുള്ളാഹിന്റെ പക്കന്ന് ഖുർആൻ പഠിച്ച ശിഷ്യനാ, അവർക്കൊന്നും സംശയമില്ല. പിന്നെ എവിടെ നിന്നാ സംശയം വന്നത്? അതൊക്കെ ഇപ്പൊ പറയാൻ സമയമില്ല. ഇത് ബേക്കർ ഉസ്താദിന്റെ സ്ഥലമാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. എന്നാ പറയട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ അതല്ലേ പറയുന്നത്? ആ സ്വഹാബത്തിനെ സംസ്കരിച്ചെടുത്ത നേതാവാണ്. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ശരിക്കും ഖുർആൻ അങ്ങ് റസൂലുള്ളാഹി സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്തു. വൽ ഹിക്മ, ശരിക്കും ഹദീസ് അങ്ങ് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ സ്വഹാബത്തിനെ വാർത്തെടുത്ത നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ ഹബീബ് ഈ ലോകത്തിലേക്ക് നിഅമത്താണ്, മുസ്ലിമീങ്ങൾക്ക് എന്നല്ല ലോകത്തേക്ക് ഏറ്റവും വലിയ നിഅമത്താണ്. അതല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഹബീബായ തങ്ങൾ ലോകത്തേക്ക് റഹ്മത്താണ്. എന്താണ് റഹ്മത്ത്? അല്ലാമ ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ എഴുതിവെച്ചത് കാണാം. യുഖ്ബിറു തആല, ഈ ആയത്ത് കൊണ്ട് അല്ലാഹ് ഈ സമൂഹത്തിനെ പഠിപ്പിക്കുകയാണ്, അല്ലാഹു തആല ജഅല മുഹമ്മദൻ റഹ്മത്തൽ ലിൽ ആലമീൻ. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തേക്ക് റഹ്മത്താക്കിയിരിക്കുകയാണ്. അർസലഹു റഹ്മത്തൽ ലഹും കുല്ലിഹിം, ലോകത്തുള്ള എല്ലാത്തിനും റസൂലുള്ളാഹി റഹ്മത്താണ്.
റഹ്മത്താണ്. മനുഷ്യർക്കല്ല, മൃഗങ്ങൾക്കല്ല, മരങ്ങൾക്കല്ല, ലോകത്ത് ഏതൊക്കെ സൃഷ്ടികളുണ്ടോ എല്ലാത്തിനും റസൂലുള്ള റഹ്മത്താണ്. ഫമൻ ഖബില ഹാദിഹി റഹ്മ, ആ റസൂലുള്ളയാകുന്ന റഹ്മത്തിനെ ഒരാൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ വശകറ ഹാദിഹി നിഅമ, റസൂലുള്ളയാകുന്ന നിഅമത്തിനു നന്ദിയുള്ളവനായാൽ, ഇമാം റാസി തങ്ങൾ പറയുന്നത് കണ്ടോ സുഹൃത്തുക്കളെ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, റസൂലുള്ളയാകുന്ന ആ റഹ്മത്തിനെ ഒരാൾ സ്വീകരിച്ചാൽ വശകറ ഹാദിഹി നിഅമ, റസൂലുള്ളയാകുന്ന നിഅമത്തിനു നന്ദിയുള്ളവരായാൽ സഈദ ഫിദ് ദുനിയാ വൽ ആഖിറ, അവർ ദുനിയാവിലും ആഖിറത്തിലും അവർ വിജയിച്ചവരാണ്. ദുനിയാവിലും ആഖിറത്തിലും അവർ വിജയിച്ചവരാണ്. റസൂലുള്ളയാകുന്ന റഹ്മത്തിനെ സ്വീകരിക്കണോ, റസൂലുള്ളയാകുന്ന നിഅമത്തിനു നന്ദിയുള്ളവരാകണോ. ഈ നിഅമത്തിനെ സ്വീകരിച്ചിട്ട് ആ നിഅമത്തിനു നന്ദിയുള്ളവരായാൽ സഈദ ഫിദ് ദുനിയാ വൽ ആഖിറ, അവർ ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചവരാണ്. വമൻ റദ്ദഹാ, റസൂലുള്ളയാകുന്ന റഹ്മത്തിനെ ഒരാൾ തള്ളിക്കഴിഞ്ഞാൽ, അതിനെ തള്ളിക്കളഞ്ഞാൽ, വജഹദഹാ, റസൂലുള്ളയാകുന്ന നിഅമത്തിനെ ഒരാൾ നിഷേധിച്ചാലോ ഖസിറ ഫിദ് ദുനിയാ വൽ ആഖിറ, അവന്റെ ദുനിയാവും ആഖിറവും പരാജയപ്പെട്ടു പോയി. ദുനിയാവും ആഖിറവും പരാജയപ്പെട്ടു പോയി. വിജയികളാകണോ, റസൂലുള്ളയാകുന്ന റഹ്മത്തിനെ സ്വീകരിക്കണം, ആ നിഅമത്തിനു ശുക്ർ ചെയ്യണോ. റസൂലുള്ളയാകുന്ന നിഅമത്തിനു ശുക്ർ ചെയ്യണം. എന്നാൽ നിങ്ങൾ കണ്ടോ, റസൂലുള്ളയാകുന്ന നിഅമത്തിനു ആദ്യം ലോകത്ത് ശുക്ർ ചെയ്താൽ ആരാ? മുഹമ്മദുർ റസൂലുള്ളാഹി. റസൂലുള്ളയാകുന്ന നിഅമത്തിനു ആദ്യം ശുക്ർ ചെയ്ത നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതെവിടെന്നാണ്? ഹദീസുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് നോക്കും. സഹാബത്ത് ചോദിച്ചു, എന്താ നബിയെ നോമ്പ്? ഫീഹി വുലിത്തു, അന്നാണ് എന്നെ പ്രസവിക്കപ്പെട്ടത്, അന്നാണ് എന്നെ പ്രസവിക്കപ്പെട്ടത്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ലോകത്തേക്ക് ഉദിച്ചുയർന്നത് അത് ലോകത്തേക്ക് ഏറ്റവും വലിയ നിഅമത്താ. ആ നിഅമത്തിനു ശുക്റായിട്ട് റസൂലുള്ള നോമ്പ് നോക്കുകയാ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇമാം ബൈഹഖി ഇത് ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരൊക്കെ അത് വിശദീകരിക്കുകയാണ്. ഞാനിപ്പോൾ അതിന്റെ രേഖകളിലേക്ക് കടക്കുന്നില്ല. പറയട്ടെ സുഹൃത്തുക്കളെ, അവർ റസൂലുള്ളയാകുന്ന നിഅമത്തിനു റസൂൽ തന്നെ ശുക്ർ ചെയ്തിട്ടുണ്ട് എങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് ഏറ്റവും വലിയ നിഅമത്തല്ലേ സുഹൃത്തുക്കളെ. ആ നിഅമത്തിനു നന്ദിയുള്ളവരാകണ്ടേ. അതാണ് യൂസുഫ് നബ്ഹാനി തങ്ങൾ അവിടുത്തെ വസായിലുൽ ഉസൂലിൽ പറഞ്ഞത് കാണാം. റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞു, നിഅമത്തുൻ കുബ്റാ, ഏറ്റവും വലിയ നിഅമത്താണ് റസൂലുള്ളാഹ്. അതിനങ്ങോട്ട് പകരം കൊടുക്കാൻ നമ്മൾക്ക് കഴിയില്ല. അതിന് പകരം കൊടുക്കാൻ അല്ലാഹ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. റസൂലുള്ളയാകുന്ന നിഅമത്തിനു പകരം കൊടുക്കാൻ അല്ലാഹ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഓ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് റസൂലുള്ളാഹ്ക്ക് കൊടുക്കാനൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല എങ്കിലും എന്തെങ്കിലും കഴിയുന്നത് ചെയ്യണ്ടേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതുകൊണ്ടല്ലേ മഹാന്മാര് പറഞ്ഞത് കണ്ടില്ലേ, ഫഖദിറു ഖദ്റ നബിയിക്കുൽ മുസ്തഫൽ മുഖ്താർ. റസൂലുള്ളാഹിനെ ആദരിക്കണം, റസൂലുള്ളാഹിനെ ബഹുമാനിക്കണം, റസൂലുള്ളാഹിക്ക് ബഹുമാനം കൊടുക്കണം, ഹബീബായ തങ്ങൾക്ക് ബഹുമാനം കൊടുക്കണം. എന്നിട്ട് മഹാന്മാര് പറയാണ്, ലൗലാഹു മാ ഖലഖല്ലാഹു അബാക്കും ആദം, റസൂലുള്ള ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ പിതാവായ ആദം നബിനെ അല്ലാഹ് പടക്കുമായിരുന്നില്ല. വലാ ജന്നത വലന്നാറ, അല്ലാഹ് സ്വർഗ്ഗം പടക്കുമായിരുന്നില്ല, അല്ലാഹ് നരകം പടക്കുമായിരുന്നില്ല, ഒന്നും അല്ലാഹു തആല പടക്കുമായിരുന്നില്ല. അല്ലാഹ് സ്വർഗ്ഗം പടച്ചതോ റസൂലുള്ളാഹിനെ കൊണ്ടാണ്. അല്ലാഹ് സ്വർഗ്ഗം പടച്ചതോ റസൂലുള്ളാഹിനെ കൊണ്ടാണ്. അല്ലാഹ് നരകം പടച്ചതോ റസൂലുള്ള ഉള്ളത് കൊണ്ടാണ്. ആ
റസൂലുള്ളാഹിനെ നിങ്ങൾ ബഹുമാനിക്കണം, ആദരിക്കണം. പോരാ, മഹാന്മാര് പറയാൻ റസൂലുള്ളാഹിന്റെ പ്രസവം കൊണ്ട് നിങ്ങൾ ബറക്കത്തെടുക്കുന്നവരാകണം. ഓ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മദീനയിലേക്ക് ഒരു 3 സ്വലാത്ത് ചൊല്ലണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم على محمد റസൂലുള്ളാഹിന്റെ ജനനം കൊണ്ട് ബറക്കത്തെടുക്കണം. അലാമാനാജി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ എഴുതി വെച്ചത് കാണാം. റസൂലുള്ളാഹിന്റെ ജനനം കൊണ്ട് നിങ്ങൾ ബറക്കത്തെടുക്കണം. റസൂലുള്ളാഹി ജനിച്ച മാസം നാളെ രാത്രി വരാൻ വേണ്ടി പോവാൻ. സുന്നികൾ ആ മാസം കൊണ്ട് ബറക്കത്തെടുക്കുന്നവരാകണം. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ, അല്ലാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. പക്ഷേ ഭാഗ്യമില്ലാത്തവർക്ക് ഭാഗ്യം നഷ്ടപ്പെട്ടു എന്നല്ലാണ് നമ്മളെന്ത് പറയാനാ. നമ്മൾ റസൂലുള്ളാഹിനെ കൊണ്ട് ബർക്കത്തെടുക്കുന്നവരാകണം. റസൂലുള്ളാഹിന്റെ ജനനം കൊണ്ട് സന്തോഷിക്കുന്നവരാകണം. നിങ്ങൾ റസൂലുള്ളാഹിന്റെ ജനനം കൊണ്ട് സന്തോഷിക്കണോ? ഇമാമിങ്ങൾ പറയാൻ ഒരു വിഷമം നീങ്ങി കിട്ടിയിട്ടില്ല, ഒരു സന്തോഷം ഇങ്ങോട്ട് കടന്നു വന്നിട്ടില്ല. റസൂലുള്ളാഹിന്റെ ജനനം കൊണ്ടല്ലാതെ, റസൂലുള്ളാഹിന്റെ ജനനം കൊണ്ടല്ലാതെ ഒരു വിഷമം നമുക്ക് നീങ്ങി കിട്ടിയിട്ടില്ല, ഒരു സന്തോഷം നമ്മളിലേക്ക് കടന്നു വന്നിട്ടില്ല. എല്ലാം റസൂലുള്ളാഹിനെ കൊണ്ട് മാത്രമാണ്. നിങ്ങളാരും നേതാക്കന്മാരായിട്ടില്ല. റസൂലുള്ളാഹിനെ കൊണ്ട് കിട്ടിയ പവറാണ്, ഹബീബിനെ കൊണ്ട് കിട്ടിയ പവറാണ്. റസൂലുള്ളാഹിനെ കൊണ്ടല്ലാതെ ലോകത്തൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് മഹാന്മാര് പറയാണ്. നിങ്ങൾ അള്ളാഹിന്റെ വാക്കിനെ കേൾക്കുന്നവരാകണം. ബിമാ ഉൻസില അലൈഹി ഫി കിതാബിഹി, അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു ഇറക്കിയത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫറഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. റസൂലുള്ളാഹിനെ കൊണ്ട് സന്തോഷിക്കാനല്ലേ ഖുർആൻ പറയുന്നത്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, റസൂലുള്ളാഹിനെ കൊണ്ട് സന്തോഷിക്കണേ, ഹബീബിനെ കൊണ്ട് സന്തോഷിക്കണേ. അത് സന്തോഷിക്കാനാണ് ഖുർആൻ പറയുന്നത്. വതബറകൂ ബിവിലാദതിഹി, റസൂലുള്ളാഹിന്റെ ജനനം കൊണ്ട് നിങ്ങൾ ബറക്കത്തെടുക്കുന്നവരാകണം. വഫറഹൂ ബിഹാ, ആ റസൂലുള്ളാഹിന്റെ ജനനം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണേ. മുഅ്മിനീങ്ങളെ, റബീഉൽ അവ്വൽ വരാനിരിക്കുകയാണ്. നമുക്ക് റസൂലുള്ളാഹിക്ക് അങ്ങോട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ഹബീബായ തങ്ങൾ ഇങ്ങോട്ട് ചെയ്ത നിഅമത്തിന് അങ്ങോട്ട് പകരം കൊടുക്കാൻ ഒന്നും നമുക്ക് കഴിയില്ല. എന്നാലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ റസൂലുള്ളാഹിന്റെ മദ്ഹ് ഒന്ന് പാടിക്കോളൂ, റസൂലുള്ളാഹിന്റെ മഹത്വം ഒന്ന് പാടിക്കോളൂ, അവിടുത്തെ മഹത്വം ഒന്ന് പറഞ്ഞോളൂ. റസൂലുള്ളാഹിന്റെ മഹത്വം. ഓ എൻ്റെ ഉമ്മമാരെ, നാളെ റബീഉൽ അവ്വൽ പറന്നാല്, റബീഉൽ അവ്വൽ 30 ദിവസക്കാലം നമ്മളെ വീടുകളിൽ വെച്ച് റസൂലുള്ളാഹിനെ പാടിക്കോ, അവിടുത്തെ മങ്കൂസ് ചൊല്ലിക്കോ, അവിടുത്തെ ബുർദ പാടിക്കോ, അവിടുത്തെ ശറഫലനാമ ചൊല്ലിക്കോ, അവിടുത്തെ അശറക്കങ്ങ് പാടിക്കോ. റസൂലുള്ളാഹിന്റെ പാട്ട് പാടുന്നവരാകണം, റസൂലുള്ളാഹിനെ പറയുന്നവരാകണം, റസൂലുള്ളാഹിനെ പറയുന്നവരാകണം, റസൂലുള്ളാഹിനെ പാടുന്നവരാകണം, റസൂലുള്ളാഹിനെ പ്രശംസിക്കുന്നവരാകണം. നമുക്കങ്ങോട്ടൊന്നും കൊടുക്കാൻ കഴിയില്ല, എന്നാലും പറയട്ടെ, റസൂലുള്ളാഹിനെ പാടിയാൽ ഹബീബിനിക്ക് എന്തൊരു സന്തോഷമാണ്. വഖദ് റളിയ അമ്മൻ മദഹു, റസൂലുള്ളാഹിനെ പാടിയവരെ റസൂലുള്ള തൃപ്തിപ്പെട്ടില്ലേ? ഹബീബായ തങ്ങളെ
പാടിയവരെ റസൂലുള്ള ഇഷ്ടപ്പെട്ടില്ലേ? കഹസ്സാന വഅബ്ദുല്ലാഹി ഇബ്നു റവാഅത വകഅബ് ഇബ്നു സുഹൈർ. റസൂലുള്ളാഹിനെ പാടിയവരോട് റസൂലുള്ളാഹിക്ക് എന്ത് ഇഷ്ടമാണ്? റസൂലുള്ളാഹിനെ കുറിച്ച് അവിടുത്തെ ഹയാത്ത് കാലത്ത് പാടിയവരല്ലേ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു റവാഅത്ത് റളിയല്ലാഹു അൻഹു, കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിനെ പാടിയവരല്ലേ? റസൂലുള്ള തൃപ്തിപ്പെട്ടവരല്ലേ? ഹസ്സാൻ തങ്ങൾക്ക് പാടാൻ വേണ്ടി മാത്രം റസൂലുള്ള മദീനത്തെ പള്ളിയിൽ വദഅ മിംബറൻ ലി ഹസ്സാൻ. ഹസ്സാൻ തങ്ങൾക്ക് മിംബർ വെച്ചു കൊടുത്തില്ലേ റസൂലുള്ളാഹിനെ പാടാൻ? ഹബീബായ തങ്ങളെ പാടാൻ തങ്ങൾക്ക് എന്തൊരു ഇഷ്ടമാണ്. അപ്പൊ പാടിയവരെ റസൂലുള്ള ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ സുഹൃത്തുക്കളെ. നമ്മളും പാടണേ, റസൂലുള്ള ഇഷ്ടപ്പെടാ നമ്മൾ പാടണേ. അന്ത തത്തുല്ലു ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽവ അഷ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൽ നബി സ്വലാത്തു. والحبيب العربي. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹബീബായ തങ്ങളെ പാടിയപ്പോൾ അവിടുത്തെ കാലത്ത് ഹസ്സാനാകുന്ന നിമിഷക്കവി, അപ്പോൾ അറബിയിൽ ബൈത്തുണ്ടാക്കി പാടിയ സ്വഹാബി റസൂലുള്ള തൃപ്തിപ്പെട്ടില്ലയോ? അബ്ദുല്ലാഹി ഇബ്നു റവാഹത്തിനോട് റസൂലുള്ളാഹിക്ക് എന്ത് ഇഷ്ടമാണ്? കഅബ് ഇബ്നു സുഹൈറിനോട് എന്ത് ഇഷ്ടമാണ്? അവരൊക്കെ റസൂലുള്ളാഹിനെ പാടിയവരല്ലേ? വറദിയ അമ്മം മദഅഹു. യൂസുഫ് നബ്ഹാനി തങ്ങൾ വസായിലുൽ ഉസൂലിൽ എഴുതി വെച്ചത് കാണാം. വറദിയ അമ്മം മദഅഹു. റസൂലുള്ളാഹിനെ മദ്ഹാക്കിയവരെ റസൂലുള്ള തൃപ്തിപ്പെട്ടു. നമുക്കും റസൂലുള്ളാഹിനെ പാടിയിട്ട് അവിടുത്തെ തൃപ്തി നമുക്ക് വാങ്ങണോ? അതുകൊണ്ടല്ലേ മഹാന്മാര് പറഞ്ഞു റസൂലുള്ളാഹിന്റെ മഹത്വം പറയണം. എന്തിനാണ്? ഇസ്തിജ്ലാബു മഹബ്ബതിഹി വരിളാഹു. റസൂലുള്ളാഹിന്റെ പൊരുത്തം ഇങ്ങോട്ട് കിട്ടാനാണ്, അവിടുത്തെ സ്നേഹം ഇങ്ങോട്ട് ലഭിക്കാനാണ്. റസൂലുള്ളാഹിനെ പാടിക്കോ. അത് സ്വഹാബത്ത് പാടിയതാണ്, അത് താബീങ്ങൾ പാടിയതാണ്, അത് ലോക ചരിത്രത്തിൽ പാടിയതാണ്, അത് മഹാന്മാര് മുഴുവനും പാടിയതാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ആലിമീങ്ങൾ മുഴുവനും പാടിയവരാണ്, മദ്ഹബിന്റെ എല്ലാ ഇമാമിങ്ങളും പാടിയവരാണ്. ലോകത്ത് കഴിഞ്ഞുപോയ മഹത്തുക്കൾ മുഴുവനും റസൂലുള്ളാഹിനെ പാടിയവരാണ്. പാടാത്തവരാരുമില്ല, റസൂലുള്ളാഹിനെ പാടാത്തവരാരുമില്ല. പാടരുത് എന്ന് പറയുന്ന ഇബ്നു തൈമിയ എന്ന് പറയുന്ന 6-ാം നൂറ്റാണ്ടിൽ ഒരാൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അയാളും പറഞ്ഞത് എന്താണെന്നറിയോ? റസൂലുള്ളാഹിനെ പാടല്, റസൂലുള്ളാഹിനെ പറയല്, അറബിയുൽ അവ്വൽ ആചരിക്കല്, അത് പുണ്യമുള്ള സംഗതിയാണ്, അത് പ്രതിഫലം ലഭിക്കുന്ന സംഗതിയാണ് എന്ന് പാടരുതെന്ന് പറഞ്ഞ ഇബ്നു തൈമിയ അടക്കം എഴുതി വെച്ചതാണ്. എന്നാ പറയട്ടെ, എന്റെ ലൈവ് കേൾക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, റസൂലുള്ളാഹിനെ ലോകത്ത് പാടാത്ത ഒരാളുമില്ല. സ്വഹാബത്ത് പാടി, താബീങ്ങൾ പാടി, മഹാന്മാര് മുഴുവനും പാടി. റസൂലുള്ളാഹിനെ പാടി പറയാത്തവരില്ല. ലോകം റസൂലുള്ളാഹിനെ പാടിയവരാ. മുത്തുനബിനെ പാടാത്തവർ ലോകത്തിന്റെ മുമ്പിലില്ല. അതിനിപ്പോ വിദേഹത്തുകാര് ഇപ്പൊ തുടങ്ങി. റബീഉൽ നാളെ പറക്കല്ലേ, ഇന്ന് തന്നെ തുടങ്ങി. ഇന്നിപ്പോ വരുമ്പോ ഒരു പ്രസംഗം കേട്ടി, ഇന്ന് തന്നെ തുടങ്ങി. എന്താ? മൗലിദ് കഴിക്കല് മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ, അത് ആദ്യമായി കഴിച്ചതും മുളഫറ. അപ്പൊ ഞാനിങ്ങനെ പാടിക്കൊണ്ട് വന്ന് വരുമ്പോ അത് കേട്ടപ്പോ ബുഖാരി എന്ന കിതാബ് മുമ്പില്ലാത്തതാ, അത് ഹിജ്റ 200 ശേഷം വന്നതാ. നമുക്കും പാടാലോ. മൗലൂദ് കഴിക്കുന്നതിന് ബുഖാരിയിൽ തെളിവുണ്ടോ? ബുഖാരിനെ റസൂലുള്ളാഹിന്റെ കാലത്തില്ല. ഈ അന്തംഗമ്മിക്ക് എന്ത് മനസ്സിലാവാനാ? റസൂലുള്ളാഹിന്റെ കാലത്ത് ബുഖാരി തന്നെ ഇല്ല. ബുഖാരി കേട്ടോ, നമ്മളത് ബുഖാരി 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 എന്ന് പറഞ്ഞാൽ ചട്ടി, മണ്ണിന്റെ ചട്ടി ഉണ്ടാക്കുന്ന കൂട്ടുണ്ട്. പണ്ട് മൺചട്ടി ഉണ്ടാക്കുന്ന കൂട്ടർക്ക് ഞങ്ങളുടെ ബുഖാരിയോ എന്ന് പറയുന്നുണ്ട്. അതാണ് ചലിപ്പിന്റെ ബുഖാരി.
റസൂലുള്ളാഹി തങ്ങളെ പാടാത്ത ലോകത്ത് മനുഷ്യന്മാരില്ല, ജിന്നില്ല, ഇൻസില്ല, മലക്കില്ല. എനിക്ക് പറയാൻ സമയമില്ല, നേരം മുഴുക്കോളം പറയാൻ രേഖ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഇവിടെ. മുത്തുനബിനെ പാടാത്തവരുണ്ടോ? അത് പാടരുതെന്ന് പറഞ്ഞത് അന്തംഗമ്മികളാണ്, തരിമൂക്ക് നഷ്ടപ്പെട്ടവരാ. റസൂലുള്ളാഹിനെ പാടണം, ആ നിഅമത്തിന് ശുക്റുള്ളവരാകണം, നിഅമത്തിന് നന്ദിയുള്ളവരാകണം. റസൂലുള്ളാഹി ഏറ്റവും വലിയ നിഅമത്താണ്. റസൂലുള്ളാഹിനെ പാടിയവരെ റസൂലുള്ളാഹി തൃപ്തിപ്പെട്ടതാണ്. വറദിയ അമ്മദഹു കഹസാന വഅബ്ദുല്ലാഹി ബിൻ റവാഹത വകഅബ് ബിൻ സുഹൈർ. ആ പാടിയ മഹാന്മാരെ റസൂലുള്ളാഹി തൃപ്തിപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് പാടൽ ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ ഇമാമുൽ ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി അതാ ബുർദ രചിക്കുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് എന്ത് പാടണമെന്നറിയാതിരിക്കുമ്പോ റസൂലുള്ളാഹി പാടിക്കൊടുത്തില്ലേ? റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലെങ്കിൽ പാടിക്കൊടുക്കൂലല്ലോ. ഇബ്നു ഹജർ തങ്ങൾ അത് രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഒട്ടനവധി പണ്ഡിതന്മാർ ഇമാം ഖർബൂത്തി ബുർദന്റെ ശർഹിൽ അത് എഴുതി വെച്ചത് കാണാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പാടിക്കൊടുത്ത എത്ര സംഭവങ്ങളാണ്. റസൂലുള്ളാഹിനെ പാടി സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞു. റസൂലുള്ളാഹി വഫാത്തായ സമയത്ത് റസൂലുള്ളാഹിന്റെ റൗദന്റെ ഹദ്റത്തിൽ പോയിട്ട് ആദ്യമായി പാട്ടുപാടിയതാരാണ്? ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളെ ഫതാവൽ കുബ്രയിൽ എഴുതി വെച്ചില്ലേ? റസൂലുള്ളാഹിന്റെ റൗള ശരീഫിന്റെ മുമ്പത്ത് വെച്ചിട്ട് ആദ്യമായി പാട്ടുപാടിയതാരാണ്? മകളാകുന്ന ഫാത്തിമ ബീബിയല്ലേ? റസൂലുള്ളാഹിന്റെ റൗള ശരീഫിന്റെ ഹദ്റത്തിൽ വെച്ചിട്ട് വഫാത്തായ റസൂലുള്ളാഹിനെ അനുസ്മരിച്ചുകൊണ്ട് ആദ്യമായി ലോകത്ത് പാട്ടുപാടിയത് ബീബി ഫാത്തിമയല്ലേ? ഇബ്നു ഹജർ തങ്ങളെ ഫതാവയിൽ അത് എഴുതി വെച്ചില്ലേ? എത്രയോ പണ്ഡിതന്മാരെ വരെ കിതാബിൽ രേഖപ്പെടുത്തിയില്ലേ? റസൂലുള്ളാഹിന്റെ മകളത് പാടിയില്ലേ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ ലോകം റസൂലുള്ളാഹിനെ പാടുന്നു, ലോകം റസൂലുള്ളാഹിനെ അംഗീകരിക്കുന്നു, ലോകം റസൂലുള്ളാഹിനെ വർണ്ണിക്കുന്നു. ഇനി പറയട്ടെ, ചിലവർക്കൊരു തോന്നലുണ്ട്. അതെന്താ? റബീഉൽ അവ്വൽ മാസം ഇങ്ങനെ വരുമ്പോൾ ലൈവ് കേൾക്കുന്ന സകല മുഅ്മിനീങ്ങളോടും പറയുന്നു, റബീഉൽ അവ്വൽ മാസം വരുമ്പോ നമ്മളെ മദ്രസയിൽ കുട്ടികളെ പരിപാടിയും വെച്ചിട്ട് കുറച്ച് സമ്മാനങ്ങൾ ഇങ്ങനെ കൊടുക്കുമ്പോ രാത്രി 2 ലൈറ്റിങ്ങളെ വെളിച്ചത്ത് ഇങ്ങനെ ഇടുമ്പോ ചില കമ്മിറ്റിക്കാർക്കൊരു വാദമുണ്ട്, ഓ ഇതൊക്കെ ഇസ്റാഫല്ലേ, ഇതൊക്കെ ഇസ്റാഫല്ലേ, അതൊക്കെ ഓവറല്ലേ എന്ന് പറയുന്നവരുണ്ട്. ഞാൻ പറയട്ടെ, മുത്തുനബിക്ക് ചെലവഴിക്കുന്നതിൽ ഓവറില്ല, മുത്തുനബിക്ക് ചെലവഴിക്കുന്നതിൽ ഓവറില്ല. എത്ര ചെലവഴിച്ചാലും അത് ഓവറാകുന്ന പ്രശ്നമേ ഇല്ല. എന്തുകൊണ്ട് ഓവറായി എന്നറിയോ? നീ റസൂലുള്ളാഹിനെ പഠിക്കാത്തത് കൊണ്ടാണ്, റസൂലുള്ളാഹി ആരാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. റസൂലുള്ളാഹിനെ മനസ്സിലാക്കിയവർക്ക് ഹബീബിന്റെ പേരിൽ എത്ര ചെലവഴിച്ചാലും ഓവറില്ലല്ലോ. അതുകൊണ്ടല്ലേ സ്വഹാബത്ത് പറഞ്ഞില്ലേ, ഉഹുദ് പർവ്വതം മുഴുവനും സ്വർണമായി ലഭിച്ചിരുന്നുവെങ്കിൽ റസൂലുള്ളാഹിന്റെ പേരിൽ ഞങ്ങൾ ദാനം ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞില്ലേ? ആദ്യമായി മൗലൂദ് കഴിച്ചു എന്ന് നേരത്തെ ഒരാളെ പേര് പറഞ്ഞില്ലേ? ആ രാജാവിന്റെ പേരല്ലേ മുളഫർ രാജാവ്? ഏത് മൗലൂദാ? വിശാലമായി ഗംഭീരമായി ചൊല്ലിയ മൗലൂദല്ലേ? അതാണ് ആദ്യത്തെ മൗലൂദ് എന്ന് പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയൽ ആദ്യമല്ല, അത് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ മുമ്പിൽ സ്വഹാബത്ത് പറഞ്ഞിട്ടുണ്ട്, വഫാത്തിന്റെ ശേഷം സ്വഹാബത്ത് പറഞ്ഞിട്ടുണ്ട്, താബീങ്ങളൊക്കെ റസൂലുള്ളാഹിനെ മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഗംഭീരമായി ചൊല്ലിയ മൗലൂദ് എത്ര? 3 ലക്ഷം ദീനാർ കൈമടക്കിയ, അതേ പാവപ്പെട്ടവർക്ക് സ്വതക്ക കൊടുത്ത ഗംഭീരമായ മൗലൂദ് അത് മുളഫർ രാജാവ് ചൊല്ലിയെന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തിയത്. അതേ മഹാന്മാര് ഇമാം റംലി അത് രേഖപ്പെടുത്തി വെച്ചത് കാണാം, ഹബീലുൽ ഫതാവയിൽ എഴുതി വെച്ചത് കാണാം, അതുപോലെ ഒട്ടനവധി ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചത് കാണാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഹബീബായ റസൂലുള്ളാഹിക്ക് ചെലവഴിച്ചാല് അത് ഓവറല്ല, ഓവറല്ല.
മുത്തുനബി ആരാണെന്ന് പഠിച്ചില്ലല്ലോ, ഹബീബ് ആരാണെന്ന് അറിഞ്ഞില്ലല്ലോ. അറിയാത്ത നമ്മളല്ലേ ഓവറാണെന്ന് കാണുന്നത്. റസൂലുള്ളാഹിക്ക് കോടാനക്കോടി കൊടുത്താലും അതൊരിക്കലും ഓവറാകുന്ന പ്രശ്നമില്ല. കാരണം മുത്തുനബി ആരാണ് സുഹൃത്തുക്കളെ? മുത്തുനബിക്ക് സമാനമായൊരു നേതാവില്ല, ഹബീബിനിക്ക് സമാനമായ ഒരാളില്ല. ആകാശത്തില്ല, ഭൂമി ലോകത്തില്ല, മനുഷ്യരിലില്ല, ജിന്നിലില്ല, മലക്കിലില്ല, എവിടെയും മുത്തുനബിക്ക് സമാനമായിട്ട് ഒരാളെ അല്ലാഹ് പടച്ചിട്ടില്ലല്ലോ. മുത്തുനബിക്ക് പകരം മുത്തുനബി മാത്രമാണ്, മുത്തുനബിക്ക് പകരം മുത്തുനബി മാത്രമാണ്, മുത്തുനബിക്ക് പകരം മുത്തുനബി മാത്രമാണ്. അവിടുത്തെ മുഖത്തിന് പകരോ ലോകത്തൊരു മുഖം അല്ലാഹ് പടച്ചിട്ടില്ല. അവിടുത്തെ ശരീരത്തിന്റെ മുഖം, ആ മുഖത്തിന് പകരം മറ്റൊരു മുഖം പടച്ചിട്ടില്ല. അവിടുത്തെ ചെവിക്ക് പകരം മറ്റൊരു ചെവി ലോകത്തല്ല പടച്ചിട്ടില്ല. അവിടുത്തെ കൈക്ക് പകരം മറ്റൊരു കൈയല്ല പടച്ചിട്ടില്ല. അവിടുത്തെ കണ്ണിന് പകരം മറ്റൊരു കണ്ണല്ല പടച്ചിട്ടില്ല. അവിടുത്തെ ചുണ്ടിന് പകരം ഒരു ചുണ്ടല്ല പടച്ചിട്ടില്ല. അവിടുത്തെ പല്ലിന് പകരം ഒരു പല്ലല്ല പടച്ചിട്ടില്ല. അവിടെ ശരീരത്തിന് പകരം ഒരു ശരീരമല്ല പടച്ചിട്ടില്ല. ഓ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുത്തുനബിന്റെ കാലിൽ ധരിച്ചിരുന്ന ചെരുപ്പില്ലേ, ആ ചെരുപ്പിനെ മാത്രം വിശദീകരിക്കാൻ 6-ാം നൂറ്റാണ്ടുകാരനായ അല്ലാമ മുഖരി റഹ്മത്തുള്ളാഹി അലൈഹി മുത്തുനബിന്റെ കാലിൽ ധരിക്കുന്ന ചെരുപ്പിന്റെ മഹത്വം പറയാൻ ഫളായിലു നഅലിൽ മുസ്തഫ എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ ചെരുപ്പിന്റെ മഹത്വം ഒരു കിതാബ് ഉണ്ടാക്കി. 600 ചില്ലാനം പേജുകൾ, ഏകദേശം 700ഓളം പേജുകളാണ് മുത്തുനബിന്റെ കാലിന്റെ ചെരുപ്പിന്റെ മഹത്വം പറയാൻ. പിന്നെണ്ടോ മുഅ്മിനീങ്ങളെ, അവിടുത്തെ മുഖത്തിന് പകരം ഒരു മുഖം ലോകത്ത് അല്ലാഹ് പടച്ചിട്ടില്ല. അവിടുത്തെ ശരീരത്തിന് പകരം മറ്റൊരു ശരീരം അല്ലാഹ് പടച്ചിട്ടില്ല. അവിടുത്തെ ഓരോരോ അവയവങ്ങൾ എടുത്തു നോക്കിയാൽ ഒന്നിന് പകരം മറ്റൊന്നല്ല പടച്ചിട്ടില്ല. ഓ സുഹൃത്തുക്കളെ, ഹബീബിന് പകരം ഹബീബ് മാത്രമാണ്. ഞാനൊന്ന് പറയട്ടെ, നിർത്തുകയാണ്, നീട്ടി സംസാരിക്കുന്നില്ല. ഹബീബിന് പകരം ഹബീബ് മാത്രമാണ്. ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയുമോ മുത്തുനബി റസൂലുള്ളാഹി, ആ റസൂലുള്ളാഹിനെ സഹാബത്ത് എന്താ പറഞ്ഞത്? മഹാന്മാരെന്താ പറഞ്ഞത്? അന്ത ശംസുൽ അന്ത ബദ്റു അന്ത നൂറുൽ ഫൗക നൂർ. അങ്ങ് സൂര്യനാണോ അല്ല ചന്ദ്രനാണോ? അന്ത നൂറും ഫൗക നൂർ. ഒരിക്കലുമല്ല. എല്ലാ പ്രകാശങ്ങളെയും ഓവർടേക്ക് ചെയ്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ മുത്തുനബിന്റെ ശിഷ്യന്മാരാകുന്ന സ്വഹാബത്ത് പറഞ്ഞില്ലേ? ഓ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹബീബായ തങ്ങളെക്കുറിച്ച് സ്വഹാബത്ത് പറഞ്ഞില്ലേ? അവിടുത്തെ മുഖം കാണുമ്പോൾ അത് ലംഘുകയാണ്, ആ മുഖം ലംഘുകയാണ്. സ്വഹാബി അനസ് തങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ ശരീരത്തിലേക്കൊന്ന് നോക്കണം. പക്ഷേ നിങ്ങൾ കണ്ടോ, ഇവിടെ കൊടയുടെ ആകൃതിയിൽ ഒരു സാധനം കാണാം. അതിൽ വല്ലാത്ത വെളി എനിക്കിങ്ങനെ അടിക്കുകയാണ്. ആ വെളി അടിക്കുന്ന കാരണം കൊണ്ട് എനിക്ക് വേണ്ടതുപോലെ മദനി ഉസ്താദിനെ കാണുന്നില്ല. പക്ഷെ എനിക്ക് കാണാൻ എന്ത് വേണം? ഇതാ ഞാനിങ്ങനെ ലൈറ്റിലേക്ക് കൈപിടിക്കുകയാണ്. നോക്കിങ്ങൾ, ഞാനിങ്ങനെ ലൈറ്റിലേക്ക് കൈപിടിക്കുകയാണ്. അപ്പൊ എനിക്ക് ശരിക്കും അയാളെ കാണുകയാ. അപ്പൊ സ്വഹാബത്ത് പറയുന്നു, റസൂലുള്ളാഹിന്റെ മുഖം നോക്കുമ്പോ ഞങ്ങൾക്ക് ശരീരം കാണാൻ കഴിയുന്നില്ല, ശരീരം കാണാൻ കഴിയുന്നില്ല. റസൂലുള്ളാഹിന്റെ ശരീരത്തിലേക്ക് ഞങ്ങൾ നോക്കാൻ ഉദ്ദേശിച്ചാൽ ഞങ്ങൾ ഇങ്ങനെ റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് കൈപിടിക്കും, റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് ഇങ്ങനെ കൈപിടിക്കും. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ശരീരത്തിലേക്ക് നോക്കും. ആ മുഖത്തേക്ക് ഇങ്ങനെ കൈപിടിച്ചാലേ ശരീരം കാണുള്ളൂ, ഇല്ലെങ്കിൽ ശരീരം കാണുന്നില്ല. എന്തേ കാരണോ? ആ മുഖം ലംഘുകയാണ്. കമറൊളിയാണ്, കമറാണ്, സൂര്യനാണ്, ചന്ദ്രനാണ്, അങ്ങനെ പ്രകാശമാണ്. അന്തനൂറും ഫൗകനൂർ. എല്ലാ വെളിച്ചത്തിനെയും ഓവർടേക്ക് ചെയ്ത വെളിച്ചമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. മുത്തുനബിയെ പറഞ്ഞു തീർക്കാൻ കഴിയില്ല.
ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ എൻ്റെ കീറിയ വസ്ത്രം ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുകയാണ്. സൂചി കൊണ്ട് ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ വളക്കങ്ങ് കെട്ടു, ചുമണിക്കൂടങ്ങ് കെട്ടു. കെട്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് സൂചി നേരെ താഴെ വീണു. താഴെ സൂചി വീഴുമ്പോൾ താഴെ എന്താ ഉള്ളത്? താഴെ വീഴും പൊയ്യയാണ്, ഗ്രനേറ്റ് അല്ല, ടൈൽസ് അല്ല, ഒന്നുമല്ല, വെറും പൊയ്യെ. പൊയ്യയിലേക്ക് സൂചി വീണാ കിട്ടൂലല്ലോ, അതും വെളികെട്ടില്ലേ അവിടെ. അപ്പോഴാണ് എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ തങ്ങളങ്ങ് കയറി വന്നപ്പോൾ ഞാൻ എൻ്റെ സൂചിനെ പറക്കിയെടുത്തു. വീണ സൂചിനെ ഞാൻ പറക്കിയെടുത്തു. റസൂലുള്ളാഹി തങ്ങൾ അങ്ങോട്ട് കയറി വന്നപ്പോൾ എനിക്ക് ആ വെളിച്ചം അടിച്ചു വീശുകയാണ്. അതാ വീണ സൂചിയെ പൊയ്യിൽ നിന്ന് പറക്കിയെടുക്കുകയാണ്. റസൂലുള്ള നൂറാണ്, വെളിച്ചമാണ്, പ്രകാശമാണ്. ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട ശരീരമില്ലേ, ആ ശരീരത്തിനെ വേറൊരു ശരീരത്തിലേക്ക് തൊട്ടാൽ, റസൂലുള്ളാഹിന്റെ കൈയൊന്ന് തൊട്ടാൽ, റസൂലുള്ളാഹിന്റെ മുഖമൊന്ന് ചുംബിച്ചാൽ, റസൂലുള്ളാഹിനൊന്ന് കെട്ടിപ്പിടിച്ചാൽ, അവിടുത്തെ ശരീരം എവിടെയെങ്കിലും തട്ടിയാലോ? ഇല്ല, ഇല്ല. റസൂലുള്ളാഹിന്റെ ശരീരം തട്ടിയ ഒരാള് നരകം തൊടൂല, നരകം തൊടൂല. എത്ര സ്വഹാബത്താണ് റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിക്കുന്നു. പറയുന്നു, നബിയെ കെട്ടിപ്പിടിച്ചത് അതമില്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾ കെട്ടിപ്പിടിക്കാനുള്ള കാരണം ഞങ്ങൾ ശരീരം നരകത്തിൽ കിടക്കാതിരിക്കാനാണ്. തങ്ങളെ ശരീരം കൊണ്ടാൽ എൻ്റെ ശരീരം നരകത്തിൽ കിടക്കൂല. മുഅ്മിനീങ്ങളെ, എനിക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് പറയാൻ കഴിയില്ല, ഹബീബിനെ വർണ്ണിക്കാൻ അറിയില്ല, ഹബീബിനെ പറയാൻ കഴിയില്ല. എന്തിനേറെ പറയണം? അതാ അബൂ തൽഹ റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള സ്വഹാബത്തൊക്കെ കണ്ടില്ലേ? മഹാനായ സ്വഹാബി അബൂ തൽഹ റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയത്ത് പറഞ്ഞില്ലേ, ഓ സ്വഹാബത്തെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലൊരു കുപ്പിയുണ്ട്, ഒരു കുപ്പിയുണ്ട്. ആ കുപ്പിന്റെ അടിഭാഗം പൊട്ടിക്കണം നിങ്ങൾ. പൊട്ടിച്ചപ്പോൾ ചില പൊടികളെ കാണാം. ആ പൊടികളെ എൻ്റെ കണ്ണിലേക്ക് വിതരണോ, എൻ്റെ കണ്ണിലേക്ക് ആ പൊടിയെങ്ങി വിതറിയിട്ട് എന്നെ കബറടക്കണോ? സ്വഹാബത്ത് ചോദിച്ചില്ലേ, എന്തിനാ അങ്ങനൊക്കെ ചെയ്യുന്നത്? അപ്പോഴാണ് മഹാനായ സ്വഹാബി പറയുന്നത്, ആ കുപ്പിയിലുള്ള റസൂലുള്ളാഹിന്റെ നഖത്തിന്റെ പൊടിയാണ്. റസൂലുള്ള നഖം ചുരണ്ടിയപ്പോൾ വീണ പൊടിയാണ്. ഞാനത് എടുത്തു വെച്ചതാണ്. ഞാൻ മരിച്ചെന്നെ കഫൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കണ്ണിലേക്ക് അതിനെ വിതറണോ? എന്തിനാ? റസൂലുള്ളാഹിന്റെ നഖമുണ്ടോ എൻ്റെ ശരീരത്തിൽ? എന്നെ ഖബറ് തൊടൂല, എന്നെ ഖബറ് തൊടൂല. എത്ര സ്വഹാബത്താണ് അവര് മരിക്കുന്ന സമയത്ത് വസിയത്ത് ചെയ്യുന്നു. 200-ലധികം സ്വഹാബത്ത് മരിക്കുമ്പോൾ വസിയത്ത് ചെയ്തത് എന്താ? എൻ്റെ കയ്യിൽ റസൂലുള്ളാഹിന്റെ ഒരു മുശഅർ മുബാറക്കുണ്ട്, ഒരു മുടിയുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചുണ്ടിൽ വെക്കണോ? എന്നെ കബറടക്കും എൻ്റെ ചുണ്ടിൽ വെക്കണോ? എന്തിനാ? മുൻകർ നക്കീർ ചോദ്യം ചെയ്യുമ്പോ എൻ്റെ ചുണ്ടിങ്ങനെ തുറക്കുമ്പോ റസൂലുള്ളാഹിന്റെ ഷഅർ മുബാറക്ക് കണ്ടാൽ മലക്ക് തിരിച്ചു പോകും. എന്നോട് ചോദ്യം ചെയ്യൂല, എന്നെ ചോദ്യം ചെയ്യൂല, മലക്ക് എന്നെ ചോദ്യം ചെയ്യൂല. ഇതൊക്കല്ലേ മഹബത്ത് എന്ന് പറയുന്നത്, ഇതൊക്കല്ലേ സ്നേഹം എന്ന് പറയുന്നത്. റസൂലുള്ളാഹിനെ മനസ്സിലാക്കാത്തവര്, റസൂലുള്ളാഹിനെ അറിയാത്തവര്, റസൂലുള്ളാഹിനെ പഠിക്കാത്തവര് എന്തെങ്കിലും ഒരു പരിപാടി നടത്തുമ്പോ ഓവറൊന്ന് ചിന്തിച്ചു പോകണ്ടോ? റസൂലുള്ളാഹിന്റെ പേരിൽ ഓവറില്ല. മിനിങ്ങളെ, ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. ഹബീബിനെ ഇഷ്ടം വെക്കണം. ഈ താജുൽ ഫുഖഹാ ബേക്കലം ഉസ്താദിന്റെ ഉറൂസ് പരിപാടിയിൽ പങ്കെടുത്ത ഉമ്മമാർ, ഒരുമിച്ച് കൂടിയ ഉമ്മമാർ, ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ, എല്ലാവരോടും ഒരൊറ്റ വസിയത്ത് പറഞ്ഞു നിർത്തുന്നു. റസൂലുള്ളാഹിനെ മുഹബ്ബത്ത് വെക്കണം, റസൂലുള്ളാഹിനെ സ്നേഹിക്കണേ, ഹബീബിനെ മുഹബ്ബത്ത് വെക്കണേ, റസൂലുള്ളാഹിനെ സ്നേഹിക്കണേ.
ഹബീബിന്റെ മഹബ്ബത്ത് ഖൽബിലങ്ങ് കടക്കണോ. അതായിരുന്നു സിദ്ദീഖുൽ അക്ബർ തങ്ങള്. ആ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് എന്തൊരു ഇഷ്ടമാ. മുത്തുനബി ജീവന്റെ ജീവനാണ്. യബ്കി ഇൻദ ദിക്രിൽ ഹബീബിൽ കരീമിൽ മുസ്തഫ ബഅദ ഇന്തിഖാലിഹി ഇലാ റഹ്മത്തി റബ്ബിഹി. ഹബീബായ തങ്ങൾ വഫാത്തായിട്ട് പോലും റസൂലുള്ളാഹിനെ പറയുമ്പോൾ സിദ്ദീഖ് തങ്ങൾ കരയാൻ തുടങ്ങി. റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോൾ സിദ്ദീഖ് തങ്ങൾ കരയുകയാണ്. റസൂലുള്ളാഹിനെ പറയുമ്പോൾ കരയുകയാണ്. റസൂലുള്ളാഹിനെ പറയാൻ സിദ്ദീഖ് തങ്ങൾക്ക് കഴിയില്ല. മുത്ത് നബി എന്ന് കേൾക്കുന്ന സമയത്ത് സിദ്ദീഖ് കരഞ്ഞുപോയി. ഹബീബിന്റെ പേര് കേൾക്കുമ്പോ സിദ്ദീഖ് കരയുന്നു. പോരാ, തിങ്കളാഴ്ച വരുമ്പോ സിദ്ദീഖ് പറയുന്ന ദിവസം ഏതാണ്? തിങ്കളാഴ്ച ഞാൻ മരിക്കുന്ന ദിവസോ. ഞാൻ മരിച്ചാൽ എന്നെ തിങ്കളാഴ്ച ഖബറടക്കണേ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്നിട്ട് ജീവിതകാലത്ത് ഒന്നിച്ചു കൂടിയെന്ന് മാത്രമല്ല, വഫാത്താകാൻ അടുക്കുന്ന സമയത്ത് സിദ്ദീഖ് തങ്ങൾ ആയിഷ ഉമ്മാന്റെ അടുത്തേക്ക് ആളെ വിടുകയാണ്. സ്വന്തം മകളല്ലേ ആയിഷ ബീവി. ആയിഷ ബീവിയോട് ചോദിക്കുന്നു, മോളെ, നിന്റെ വീട്ടിലല്ലേ റസൂലുള്ള കടക്കുന്നത്? റസൂലുള്ളാഹിന്റെ ചാരത്ത് കടക്കാൻ സ്ഥലമുണ്ടല്ലോ, അത് പാവപ്പെട്ട അബൂബക്കറിന് തരുമോ? ഈ പാവപ്പെട്ട അബൂബക്കറിന് കടക്കാൻ തരുമോ? ആയിഷ ഉമ്മ പറയുന്നു, ബാപ്പാ, ഞാനത് എനിക്ക് വെച്ചതാണ്, എങ്ങനെ തരാതിരിക്കാൻ? ബാപ്പയല്ലേ ചോദിക്കുന്നത്. സിദ്ദീഖ് തങ്ങൾക്ക് ആ സ്ഥലം വിട്ടുകൊടുക്കുന്നു. സിദ്ദീഖ് തങ്ങൾ ചിന്തിക്കുന്നത് എന്താണ്? എനിക്ക് രക്ഷപ്പെടാനൊന്നുമില്ല, എനിക്ക് രക്ഷപ്പെടാനൊന്നുമില്ല, എനിക്ക് രക്ഷപ്പെടാൻ ഒന്നേ ഉള്ളൂ, അത് എൻ്റെ ഹബീബ്, അതെൻ്റെ ഹബീബാണ്. ഹബീബിന്റെ ചാരത്ത് എനിക്ക് കിടക്കണോ? അങ്ങനെ സിദ്ദീഖ് തങ്ങൾ വഫാത്തായിട്ട് വർഷങ്ങൾ കഴിയുമ്പോഴല്ലേ അതാ വഫാത്താകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ അൽ ഖത്താബ് തങ്ങൾ എന്താ ചെയ്യുന്നത്? ഉമർ അൽ ഖത്താബ് തങ്ങൾ വിളിക്കുന്നു, യാ അബ്ദല്ലാഹ്, മകനെ വിളിക്കുന്നു. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ, ഇൻതലിഖ് ഇലാ ആയിഷത ഉമ്മിൽ മുഅ്മിനീൻ, ആയിഷ ഉമ്മാന്റെ അടുത്തേക്ക് പോകണം. ആരാ പറയുന്നത്? സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആയിഷ ഉമ്മാന്റെ അടുത്തേക്ക് ഒന്ന് പോകണം. പോയിട്ട് ആയിഷ ബീവിക്ക് എൻ്റെ ഒരു അസ്സലാമു അലൈക്കും പറയണോ. സിദ്ദീഖ് തങ്ങൾ മകനെ, ഉമർ ഖത്താബ് മകനെ പറഞ്ഞേക്കുകയാണ്. ആയിഷ ഉമ്മാക്ക് ഒരു അസ്സലാമു അലൈക്കും പറയണോ. പോയിട്ട് പറയണോ, യസ്തഇദിനു ഉമർ ഇബ്നുൽ ഖത്താബ് അയ്യുദ്ഫന മാ സാഹിബൈഹി. ഉമർ ഖത്താബ് ആയിഷ ഉമ്മ അനുവാദം ചോദിക്കുകയാണ്. ആ ഹബീബായ തങ്ങളെ കൂടെ, ഉമർ ഖത്താബിന്റെ കൂടെ എനിക്കും കിടക്കണം. നിങ്ങളുടെ ആ വീട്ടിലുള്ള ഖബറിന്റെ സ്ഥലത്ത് എനിക്ക് അമീറുൽ മുഅ്മിനീൻ സമ്മതം ചോദിക്കുകയാണ്. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ എന്താ പറയുന്നത്? കുന്തു ഉരീദുഹു ലിനഫ്സി, ഞാൻ എൻ്റെ ശരീരത്തിന് തെരഞ്ഞെടുത്ത സ്ഥലമാണ്, പക്ഷേ ചോദിക്കുന്നത് അമീറുൽ മുഅ്മിനീൻ അല്ലേ, തരാതിരിക്കാൻ കഴിയൂലല്ലോ. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സ്ഥലം തെരഞ്ഞെടുക്കുന്നു. ഉമറുൽ ഖത്താബ് തങ്ങൾ ചിന്തിക്കുന്നു, എനിക്ക് രക്ഷപ്പെടാൻ ഒരൊറ്റ അമലുമില്ലാതിരിക്കുമ്പോ എനിക്ക് രക്ഷപ്പെടാനുള്ളത് ഒന്നേ ഒന്ന് മാത്രമാണ്, ഹബീബിന്റെ ചാരത്ത് കടക്കാൻ എനിക്ക് സ്ഥലം കിട്ടിയല്ലോ. ഹബീബിന്റെ ചാരത്ത് കടക്കാൻ എനിക്ക് സ്ഥലം ലഭിച്ചുവല്ലോ. ഇതാണ് സിദ്ദീഖ് തങ്ങളെ ചിന്ത, ഇതാണ് ഉമർ ഖത്താബിന്റെ ചിന്ത. ചോദിക്കട്ടെ മുഅ്മിനീങ്ങളെ, ഈ രണ്ട് സ്വഹാബത്തിനെ പോലെ ഭാഗ്യം ലഭിച്ചവർ ലോകത്താരാണ്? 1400 ചില്ലാനും കൊല്ലങ്ങളായി ഇന്നും റസൂലുള്ളാഹിന്റെ ചാരത്ത് സിദ്ദീഖ് തങ്ങൾ കടക്കുകയാണ്, ഉമറുൽ ഖത്താബ് കടക്കുകയാണ്. ഇവരെ പോലെ ഭാഗ്യം ലഭിച്ചൊരു മഹാന് ലോകത്തിന്റെ മുമ്പിലില്ല.
മുഅ്മിനീങ്ങളല്ലോ, ഹബീബിന്റെ ചാരത്ത് കിടക്കാൻ അവസരം കിട്ടിയവര് അവരൊക്കെ ചിന്തിച്ചതെന്താണ്? റസൂലുള്ളാഹിനെ കൊണ്ട് രക്ഷപ്പെടണമെന്നാണ്. മുഅ്മിനീങ്ങളെ, നമുക്കും റസൂലുള്ളാഹിനെ കൊണ്ട് രക്ഷപ്പെടണം, ഹബീബിനെ കൊണ്ട് രക്ഷപ്പെടണം. റസൂലുള്ളാഹിനെ ബഹുമാനിക്കണം, റസൂലുള്ളാഹിനെ ആദരിക്കണം, റസൂലുള്ളാഹിനെ സ്നേഹിക്കണം. അവിടുത്തെ മദ്ഹ് നന്നായി പാടണോ, അവിടുത്തെ അശ്റഖ ചൊല്ലണോ, അവിടുത്തെ യാക്രമ വീട്ടിൽ അങ്ങ് പാടണോ, അവിടുത്തെ മങ്കൂസ് അങ്ങ് ചൊല്ലണോ. വിദേഹത്തുകാര് പറയട്ടെ, അവിടത്തേക്ക് തലതിരിക്കല്ലേ, അവരെ മുഖം നോക്കല്ലേ. നമുക്ക് വലുത് നമ്മളെ ഹബീബാണ്, നമുക്ക് വലുത് നമ്മളെ ഹബീബാ. ഹബീബിനെ പാടി പാടി പാടിയിട്ട് റസൂലുള്ളാഹിന്റെ മുഹിബ്ബീങ്ങളായി ജീവിക്കണേ. ഒരൊറ്റ മിനിറ്റ് ഒന്ന് എൻ്റെ മുത്തഅല്ലിമീങ്ങൾ ഉസ്താദിന്റെ അനുവാദത്തോടുകൂടെ ഒരു മിനിറ്റ് ഒന്ന് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് അബ്ബാസ് സഖാഫി ഉസ്താദ് 5 മിനിറ്റ് സംസാരിക്കും. ഞാൻ ചെറിയൊരു സംഭവം പറഞ്ഞ് നിർത്തുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ മനസ്സില്ലേ, നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ ചോദ്യമുണ്ട്. എടാ, നിനക്കെന്തിനാടാ കണ്ണ് തന്നത്? നിനക്കെന്തിനാടാ ചെവി തന്നത്? നിനക്കെന്തിനാടാ നാക്ക് തന്നത്? നിനക്കെന്തിനാടാ കൈകാല് തന്നത് എന്ന് റബ്ബിന്റെ മുമ്പിൽ ചോദ്യം വരുന്ന സമയത്ത് അതാ സിദ്ദീഖ് തങ്ങളോട് ചോദിക്കുന്നു, സിദ്ദീഖേ, നിങ്ങൾക്ക് എന്തിനാണ് നമ്മൾ ഖൽബ് തന്നത്? നിങ്ങൾക്ക് എന്തിനാണ് ഞങ്ങൾ മനസ്സ് തന്നത്? അപ്പോഴാണ് സിദ്ദീഖ് തങ്ങൾ പറയും, അല്ലാഹ്, എനിക്ക് നീ ഖൽബ് തന്നത് നിന്റെ ഹബീബിനെ സ്നേഹിക്കാനാണ്. എൻ്റെ ഖൽബിൽ നിന്റെ ഹബീബല്ലാതെ മറ്റൊന്നും എൻ്റെ ഖൽബിലില്ല. ഉമർ ഖത്താബ് അങ്ങനെ പറയും, സ്വഹാബത്ത് അങ്ങനെ പറയും, ഉവൈസുൽ ഖർനി അങ്ങനെ പറയും, താബീങ്ങൾ അങ്ങനെ പറയും, നമ്മുടെ ആലിമീകളൊക്കെ അങ്ങനെ പറയും. എന്താ പറയുന്നത്? ഞങ്ങൾക്ക് ഖൽബ് തന്നത് എന്തിനാൻ? നിന്നെ സ്നേഹിക്കാൻ, നിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവരൊക്കെ ഖൽബിൽ റസൂലുള്ളാഹിനെ സൂക്ഷിച്ചവരാണ്, റസൂലുള്ളാഹിനെ ഖൽബിൽ നിറച്ചവരാണ്, റസൂലുള്ളാഹിനെ ഖൽബിൽ കൊണ്ട് നടന്നവരാണ്. അവർക്ക് റസൂലുള്ളാഹിയല്ലാത്ത മറ്റു ചിന്തയില്ല. ഖൽബിൽ റസൂലുള്ള മാത്രോ. ആ നിലക്ക് ഖൽബിൽ റസൂലുള്ളാഹിനെ സ്നേഹിച്ച സൂക്ഷിച്ച മഹാന്മാര് അവരങ്ങ് മദീനയിലേക്ക് അങ്ങ് പോയപ്പോൾ മദീന റൗദയിലേക്ക് അവർ ചെല്ലുന്നില്ല. കുറേ ദൂരം അവരിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് പച്ചക്കുബ ഇങ്ങനെ കാണുന്നത്. ആ പച്ചക്കുബയിലേക്ക് നോക്കിയിട്ട് കിലോമീറ്റർ അകലെ നിന്നിട്ട് ആശിക്കീങ്ങൾ പാടുകയാണ്, ഇന്നാ ബൈത്തുൽ അന്ത സകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി. ആശിക്കീങ്ങളൊക്കെ ആ പച്ചക്കുബയിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പാടുകയാണ്, ഇന്നാ, മഹാന്മാർ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആത്മാവാണ്. അവര് ബോഡിക്ക് വില വെക്കൂല, അവര് ബോഡിക്ക് പുല്ല് വിലയാണ്, അവര് ബോഡിയെ ശ്രദ്ധിക്കൂല, അവരെ ചിന്ത ആത്മാവാണ്. ഞങ്ങളാകുന്ന ആത്മാവാകുന്ന ഈ സാധനമില്ലേ, ഇന്നാ ബൈത്തുൽ, ഞങ്ങൾ വലിയൊരു കൊട്ടാരമാ, ഞങ്ങൾ ആത്മാവ് വലിയൊരു കൊട്ടാരമാണ്. ഈ കൊട്ടാരത്തിൽ ആരാ ഉള്ളത്? അന്ത സകിനുഹു. പച്ചക്കുപ്പ നോക്കിയിട്ട് അവര് പാടുകയാണ്. അങ്ങകലെ പച്ചക്കുപ്പയുടെ താഴ്ഭാഗത്ത് ക്ഷീണമില്ലാതെ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സുൽത്താനെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബായ തങ്ങളാണ് ഇവിടെ കുടിയിരിക്കുന്നത്. ഞങ്ങളാകുന്ന കൊട്ടാരത്തിൽ കുടിയിരിക്കുന്നത് ഹബീബായ തങ്ങളാ. ആ തങ്ങൾ എന്റെ കൊട്ടാരത്തിൽ കുടിയിരിക്കുന്നത് കൊണ്ട് ലൈസ മുഹ്താജൻ ഇല സുറുജി. എന്റെ കൊട്ടാരത്തിലേക്ക് ലൈറ്റ് വേണ്ട, എന്റെ കൊട്ടാരത്തിലേക്ക് ട്യൂബുകൾ വേണ്ട, എന്റെ കൊട്ടാരത്തിലേക്ക് ബൾബുകൾ വേണ്ട, കരണ്ടിന്റെ കലക്ഷൻ എന്റെ വീട്ടിലേക്ക് വേണ്ട, സോലാർ പദ്ധതികൾ എന്റെ വീട്ടിലേക്ക് വേണ്ട. ഞാനാകുന്ന കൊട്ടാരത്തിൽ കുടിയിരിക്കുന്നതാരാണ്? ലോകത്തെ ഏറ്റവും വലിയ വെളിച്ചമായ മുഹമ്മദുർ റസൂലുള്ളാഹി. റസൂലുള്ള കുടിയിരുന്നാലോ അങ്ങ് സിറാജം മുനീറയല്ലേ, ഖുർആനല്ലേ പറഞ്ഞത്? അങ്ങ് സിറാജം മുനീറ, കത്തി
കത്തിപ്രകാശിക്കുന്ന വളക്കല്ലേ റസൂലുള്ളാഹി. ആ വളക്കെന്റെ കൽബിലേക്ക് കയറിയാൽ, എന്റെ ആത്മാവിലേക്ക് ആ ലൈറ്റ് അങ്ങ് കയറിയാൽ എന്റെ കൽബിലത് ആ ലൈറ്റ് ഹൗസായി മാറിയില്ലേ. ഇനി എനിക്ക് വേറെ വെളിച്ചം വേണ്ടല്ലോ, അവിടെ ലൈറ്റിന്റെ ആവശ്യമില്ലല്ലോ. ഹബീബായ തങ്ങൾ കൽബിലങ്ങ് കയറിയപ്പോ ആ ലൈറ്റ് ഇങ്ങനെ അടിക്കാൻ തുടങ്ങി. മുഖത്തിൽ ലൈറ്റാണ്, മുഖത്തിൽ വെളിച്ചമാ, കൈകാലുകളിൽ വെളിച്ചമാ. അതുകൊണ്ടല്ലേ ഇവിടെ കിടക്കുന്ന താജുൽ ഫുഖഹാ, അവരുടെ ഉസ്താദല്ലേ താജുശ്ശരി അലി കുഞ്ഞി ഉസ്താദ്, അവരെ കൽബിൽ റസൂലുള്ളയല്ലേ അങ്ങ് വഫാത്തായി കിടക്കുന്ന സമയത്ത് ജനാസ എടുക്കുന്നത് വരെ കാലിന്റെ അടിഭാഗത്ത് നിന്നവരാണ് ഞങ്ങളൊക്കെ. ആ മുഖത്തിനെ ഇങ്ങനെ വന്നവരൊക്കെ നോക്കുമ്പോൾ മുഖത്തിൽ നിന്ന് ലൈറ്റ് അടിച്ച് വീശുകയാണ്. താജുശ്ശരി എന്റെ മുഖത്തിൽ നിന്ന് ലൈറ്റുകൾ അടിച്ച് വീശുന്നു. അത് ഏത് ലൈറ്റാ? അവിടുത്തെ കൽബിൽ കത്തിച്ചു വെച്ച ലൈറ്റിന്റെ വെളിച്ചമാണ്. ആരാണ് ആ ലൈറ്റ്? മുഹമ്മദുർ റസൂലുള്ളാഹി. കൽബിൽ ഹബീബല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആശിഖീങ്ങളൊക്കെ കൽബിലേക്ക് റസൂലുള്ളാഹിനെ കയറ്റിയപ്പോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളോടും അല്ലാഹ് ചോദിക്കൂലേ, നിന്റെ ആത്മാവ് എന്തിന് തന്നടാ? നമുക്കും പറയണ്ടേ എന്റെ ഹബീബിനെ കയറ്റാൻ. ഓ ചെറുപ്പക്കാരെ, ഓ ചെറുപ്പക്കാരികളെ, വാല് കേൾക്കുന്ന സഹോദര സഹോദരിമാരെ, എന്റെ കൽബിൽ റസൂലുള്ള കുടിയിരിക്കണം. പക്ഷേ കുടിയുള്ള വീട്ടിലേക്ക് റസൂലുള്ള വരൂല. വേറെ ആൾക്കാർ കുടിയിരിക്കുന്ന വീട്ടിൽ റസൂലുള്ള കയറൂല. അങ്ങനെയല്ലേ രാജാക്കന്മാർ? അങ്ങനെയല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നാൽ ഒരു കുടിയിരിക്കുന്ന വീട്ടിൽ അയാൾ കുടിയിരിക്കൂലല്ലോ. നമ്മളെ കൽബാകുന്ന വീട്ടില് അന്യപ്പെണ്ണ് കുടിയിരുന്നാല്, അന്യപുരുഷൻ കുടിയിരുന്നാല്, ഏതോ ജാതിയും മതവും നോക്കാതെ തൊലിയുടെ വെളുപ്പിന്റെ പേരിൽ ഏതോ ഒരു അന്യപ്പെണ്ണിനെ കൽബിലങ്ങ് കയറ്റിയപ്പോ എന്റെ കൽബിൽ ഒരാൾ കുടികേറിയാല് അവിടെ റസൂലുള്ള കയറൂല, ഹബീബ് കയറൂല, മുത്തുനബി കയറൂല. ഹബീബ് കയറണോ? എന്റെ കൽബിൽ നിന്ന് കുടിയൊഴിപ്പിക്കണോ? എല്ലാരും പിടിച്ച് താഴോട്ടിറക്കണോ? എല്ലാ പ്രേമങ്ങളും വലിച്ചെറിയണോ? എന്നിട്ട് റസൂലുള്ളാഹിനെ കൽബിൽ കയറ്റണോ? ഹബീബിനെ റസൂലുള്ളാഹിനെ കൽബിൽ കയറ്റണോ? അല്ലാഹ് നീ തൗഫീഖ് ചെയ്യണേ അല്ലോ. റസൂലുള്ള കേറിയാലോ പിന്നെ അവന്റെ ചിന്ത എന്താണ്? എനിക്കൊന്ന് മദീന പോകണോ, എനിക്കൊന്ന് മദീന കാണണോ, എനിക്കൊന്ന് റസൂലുള്ളാഹിനെ കാണണോ, എനിക്കൊന്ന് റസൂലുള്ളാഹിന്റെ മദ്ഹ് കേൾക്കണോ, എനിക്കൊന്ന് ആ സദസ്സിലൊന്ന് പോകണോ, എന്റെ പൊരയിൽ റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലണോ, റസൂലുള്ളാഹിന്റെ പേരിൽ സദഖ കൊടുക്കണോ, റസൂലുള്ളാഹിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കണോ. കൽബിൽ റസൂലുള്ള ഉണ്ടെങ്കിൽ അവന്റെ ചിന്ത റസൂലുള്ളയാണ്. ആ നിനക്ക് റസൂലുള്ളാഹിനെ കൽബിൽ സൂക്ഷിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. ഹബീബിനെ സ്നേഹിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റഹ്മാനേ. എല്ലാവരോടും വസിയത്ത് പറയുന്നു, റസൂലുള്ളാഹിന്റെ സ്വലാത്ത് അധികരിപ്പിക്കണം. ഉമ്മമാരെ ദിവസേന ഒരു 100 സ്വലാത്ത് എല്ലാം മറക്കരുത്. ഹബീബിന്റെ പേരിൽ വെള്ളിയാഴ്ച ഒരു 300 സ്വലാത്ത് എല്ലാം മറക്കരുത്. റസൂലുള്ളാഹിനെ പാടാൻ മറക്കരുത്. അർഹമുർ റഹീമായ റബ്ബ് ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. മുത്തുനബിനെ പിരിശം വെക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. മുത്തുനബിന്റെ മഹബ്ബത്തിലായി ജീവിക്കാൻ നീ അവസരം നൽകണേ റഹ്മാനേ. ഹബീബിനെ കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമല്ലോ. ഹബീബിനെ കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചോനെ, ഞങ്ങൾ ഇപ്പോൾ ഇവിടെ പ്രസംഗിച്ചത് താജുൽ ഫുഖഹാ ഞങ്ങളുടെ വന്യരായ ശൈഖുനാന്റെ ഹളറത്തിലാണ്. എൻ്റെ ഉസ്താദല്ലെങ്കിലും ഞാൻ സഅദിയിൽ പോകുന്ന സമയത്ത് ഉസ്താദിന്റെ മുമ്പിൽ പോയി പലതും ചോദിച്ചു പഠിക്കും. ഉസ്താദിനെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ്, ചോദിക്കുമ്പോൾ എന്തൊരു സന്തോഷമാ. ഇരിക്കട്ടെ, ഞാനതൊന്നും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഈ മഞ്ഞനാടി പരിസരത്തൊരു പ്രശ്നം വന്നപ്പോൾ, ഒരു 5-8 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു പ്രശ്നം വന്നപ്പോൾ വന്യരായ താജുൽ ഫുഖഹാ ഉസ്താദ് പോകാൻ പറഞ്ഞിട്ട് ഫത്ഹുൽ ബാരി എൻ്റെ കയ്യിൽ തന്നിട്ട്, മോനെ ഈ 3 പേജ് ഒന്ന് അർത്ഥം വെച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് ഈ പരിസരത്ത് പറയിപ്പിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഉസ്താദിന്റെ മദദ് ലഭിക്കുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണം റഹ്മാനേ.
അർഹമുറാഹിമായ റബ്ബ് ഞങ്ങളെ സദസ്സിനെ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. മദീനയിലേക്ക് ഒരു 3 സ്വലാത്ത് ചൊല്ലണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. റഹ്മുറാഹിമായ റബ്ബിനി കബൂലാക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, സദസ്സ് കബൂലാക്കണേ അല്ലാ. നമ്മുടെ മന്യരായ മാജി ഉസ്താദ് അബ്ബാസ് സഖാഫി ഉസ്താദ് നാളെ പ്രസംഗിക്കും ഇൻഷാ അല്ലാഹ്. ഇന്ന് തൽക്കാലം നിർത്തുകയാണ്. ഇന്നലെ വേദന പോയി, ഇന്ന് പകരം ഇത്ര ഒരു ഉറങ്ങാൻ സമയം കിട്ടിയിട്ടില്ല. ഒരാളെ മരിച്ച് ഒരു കല്യാണം അങ്ങനെയൊക്കെ ആയിട്ട് ഓടി ഇവിടെ എത്തിപ്പെട്ടു, കഴിഞ്ഞിട്ടില്ല. പഴയ പോലെ വേദന പറയാൻ കഴിയുന്നില്ല. ഷുഗർ 300-400 ആണ്. ക്ഷീണം പിടിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് തൽക്കാലം ഇന്ന് നിർത്തുന്നു. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനിയും വേദന കേൾക്കാം. നളവന്യരായ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഇവിടെ വരുന്നുണ്ട്. അല്ലാഹു ആഫിയത്ത് കൂട്ടിക്കൊടുക്കട്ടെ, അല്ലാഹു ആഫിയത്ത് കൂട്ടിക്കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട താഹിർ തങ്ങൾ ഉസ്താദ്, വഹിമാത്തിൻ്റെ ശില്പിയായ താഹിർ തങ്ങൾ ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട മകൻ സയ്യിദ് ഹാമിദ് തങ്ങൾ തലയിൽ സ്റ്റോക്ക് വന്ന് രക്തം ബ്ലോക്കായി. ഇന്നലെ ഓപ്പറേഷൻ കഴിഞ്ഞു. 35 വയസ്സിൻ്റെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനാണ്. സ്ഥാപനത്തിന് വേണ്ടി സുന്നത്തെ ജമാഅത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി രാപ്പകൽ വ്യത്യാസമില്ലാതെ ഓടി നടന്ന നമ്മളൊരു മുത്തായിരുന്നു സയ്യിദ് ഹാമിദ് തങ്ങൾ. ഇപ്പോൾ കാസർഗോഡ് ഹോസ്പിറ്റലിലാണ്. നിങ്ങൾ കാമിയും പറയണം. അർഹമുറാഹിമായ റബ്ബ് തങ്ങളെ രോഗം നീ മാറ്റിക്കൊടുക്കണം റഹ്മാനേ, തങ്ങളെ രോഗം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, തങ്ങളെ രോഗം നീ മാറ്റിക്കൊടുക്കണം റഹ്മാനേ. അജിലായ ശിഫ ഇനി നൽകണേ അല്ലാ, കാമിലായ ശിഫ ഇനി നൽകണം റഹ്മാനേ. കടപ്പിലാക്കല്ല റബ്ബേ, കടപ്പിലാക്കല്ല റബ്ബേ. എത്രയും പെട്ടെന്ന് സമൂഹത്തിലേക്ക് മടങ്ങി വന്ന് വീണ്ടും ഈ പ്രസ്ഥാനത്തിന്റെ കടിഞ്ഞാണ് പിടിക്കാനുള്ള എല്ലാ കഴിവും ഹിമ്മത്തും ഹാഫിയത്തും നീ കൂട്ടിക്കൊടുക്കണേ റഹ്മാനേ. നീ സന്തോഷം നൽകണേ അല്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങളെ സദസ്സിനെ കബൂലാക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. സ്റ്റേജിലുള്ള ഉസ്താദുമാർ, നേതാക്കൾ, ഉസ്താദിൻ്റെ മകൻ അടക്കം നമ്മളെ സ്റ്റേജിലുണ്ട്. അതുപോലെ ഇസ്മായിൽ മാഷർ, ജലീൽ അടക്കമുള്ള പലവരും നമ്മളെ, അതുപോലെ ഈ നാട്ടിലെയും പരിസരത്തെയും ഉസ്താദുമാർ, നേതാക്കൾ, കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ സദസ്സിലുള്ള പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, അപ്പുറത്ത് വഅദ് കേൾക്കുന്ന ഉമ്മമാർ, ലൈവിലൂടെ വഅദ് കേൾക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അല്ലാഹ് ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങളെ മാതാപിതാക്കൾ, ഞങ്ങളെ ഉസ്താദുമാർ, ഞങ്ങളെ ഭാര്യമക്കൾ, കുടുംബക്കാർ, സ്നേഹിതന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ പ്രിയപ്പെട്ട മുഹിബീങ്ങൾ, ലോകത്തിൻ്റെ നാനാഭാഗത്തും ഞങ്ങളെ സ്നേഹിക്കുന്ന മുഹിബീങ്ങൾ, താജുൽ ഫഖഹ ഉസ്താദിൻ്റെ മുഹിബീങ്ങൾ, ഉസ്താദിൻ്റെ മുഹിബീങ്ങൾ, ശൈഖുനാൻ്റെ മുഹിബീങ്ങൾ, അല്ലാഹ് നീ എല്ലാവർക്കും ഖൈർ നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്, മനസ്സമാധാനം നൽകണേ അല്ലാഹ്. പടച്ചോനേ, ഞങ്ങളെ പാപങ്ങളെല്ലാം ഈ ഹദ്റത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് പുറത്തു തരണം റഹ്മാനേ. ഖൽബ് ശുദ്ധിയാക്കണേ അല്ലാഹ്, ഈമാൻ തരണം റഹ്മാനേ. ഇൽമ് വർദ്ധിപ്പിക്കണേ അല്ലാഹ്, തഖ്വ ചെയ്യാനുള്ള തൗഫീഖ് ചെയ്യണം റഹ്മാനേ. ഉറക്കാമീൻ പറയണം. തൗഫീഖ് ചെയ്യാനുള്ള, തൗഫീഖ് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനേ. ഞങ്ങളെ സ്വാലിഹീങ്ങളിൽ നീ പെടുത്തണേ അല്ലാഹ്, സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്, സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. പടച്ചോനെ, ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ ഇസ്സത്ത് നിലനിർത്തണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ആഫിയത്ത് നിലനിർത്തണം റഹ്മാനേ. കടപ്പിലാക്കല്ല റബ്ബേ, രോഗം തന്ന് പരീക്ഷിക്കല്ല റബ്ബേ, രോഗം തന്ന് പരീക്ഷിക്കല്ല അല്ലാഹ്.
ഞങ്ങൾ പാപികളാണ് റബ്ബേ. ഞങ്ങളൊരു അപകടത്തിലും പെടുത്തല്ല റഹ്മാനെ, ഒരു ആക്സിഡന്റിലും പെടുത്തല്ല റബ്ബേ. ചിന്നിച്ചിതറിയ മയ്യത്തുകളാക്കല്ല റബ്ബേ. പഠിച്ചോനെ, ഞങ്ങൾ ആയുസ് മുഴുവനും ഞങ്ങൾ ആഫിയത്ത് നീ നിലനിർത്തണമല്ലാ. ക്യാൻസർ തരല്ല റബ്ബേ, ട്യൂമർ തരല്ല റബ്ബേ, ഹാർട്ടിന് ബ്ലോക്ക് തരല്ല റബ്ബേ, കിഡ്നി ഫെയിൽഡാക്കല്ല റബ്ബേ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും യൂരിക് ആസിഡും തരല്ല റബ്ബേ, ഡിസ്കിന് പ്രശ്നം തരല്ല റബ്ബേ. എല്ലാ നിലക്കും ആഫിയത്ത് നിലനിർത്തണം റഹ്മാനെ. പഠിച്ചോനെ, ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് സഹകരിച്ച, സഹായിച്ച, അധ്വാനിച്ച, കഷ്ടപ്പെട്ട നാട്ടിലുള്ള വിദേശത്തുള്ള നേരത്തെ ഞങ്ങൾ പറഞ്ഞ എല്ലാവരുടെയും ഖൈറായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. എല്ലാ ഖൈറായ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. പഠിച്ചോനെ, ബേജാറുകൾ തീർക്കണേ അല്ലാ. കടങ്ങൾ വീട്ടി തരണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് തന്ന മക്കളെ, ഞങ്ങളെ മുത്തഅല്ലിമീങ്ങളെ നല്ല മക്കളാക്കണേ അല്ലാ. അർഹമുർ-റഹീമായ റബ്ബേ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. കല്യാണ പ്രായമെത്തിയ ആൺകുട്ടികൾ, പെൺകുട്ടികൾ കല്യാണം നീ ശരിയാക്കി കൊടുക്കണം റഹ്മാനെ. ഖൈറിലേക്ക് നീ എത്തിക്കണേ അല്ലാ, ശർറിലേക്ക് എത്തിക്കല്ല അല്ലാ. കഴിഞ്ഞവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേ റഹ്മാനെ. മൗത്തായി പോയ ഞങ്ങളുടെ ഉപ്പമാര്, ഉമ്മമാര്, കുടുംബത്തിന് മരിച്ചുപോയ ആരൊക്കെയുണ്ടോ, ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന കബറാളികൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. നീ പുറത്തു കൊടുക്കണേ അല്ലാ. പൊന്നുരായ ശൈഖുനാ താജുൽ ഫുഖഹാ ഉസ്താദിന്റെ ഭാര്യ ജലീലിന്റെ ഉമ്മാക്ക് നീ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. ക്ഷീണം മാറ്റി കൊടുക്കണേ അല്ലാ. റാഹത്ത് കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ രണ്ട് പെൺമക്കളും ആൺമക്കളും എല്ലാം, അവർക്കെല്ലാം ജീവിതത്തിൽ വലിയ ഖൈർ നൽകണേ അല്ലാ. അവിടുത്തെ മരുമക്കൾ, പേരമക്കൾ എല്ലാവർക്കും നീ ഖൈറും സന്തോഷവും നൽകണേ റഹ്മാനെ. പഠിച്ചോനെ, ഞങ്ങൾക്കെല്ലാം ജീവിതകാലം മുഴുവനും നീ സന്തോഷത്തിന്റെ ജീവിതം നൽകണേ അല്ലാ. ഹജ്ജിന് തൗഫീഖ് ചെയ്യണേ അല്ലാ. ഉംറക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ. പുന്നാര ഹബീബ് റസൂലുള്ളാഹി ആ പുണ്യ ഹദറത്തിലേക്ക് നീ എത്തിക്കണം റഹ്മാനെ. ഇവിടുത്തെ ദർസ് നീ എന്നും നിലനിർത്തണേ അല്ലാ. ഇവിടുത്തെ ദർസ് പുണ്യരായ ശൈഖുന തുടങ്ങിയ ദർസാണ്. അബ്ബാസ് സഖാഫിയെ കൊണ്ട് തുടങ്ങിയ ദർസാണ്. ഉസ്താദ് മാറിയാലും ദർസ് ഇവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എന്നും നല്ല ചന്തത്തിലായി നീ നിലനിർത്തണം റഹ്മാനെ. മുത്തഅല്ലിമീങ്ങൾക്ക് നാട്ടുകാർ ഭക്ഷണം കൊടുക്കുന്നു, അവർക്ക് നീ സ്വർഗീയ ഭക്ഷണം നൽകണേ അല്ലാ. മുത്തഅല്ലിമീങ്ങളെ സ്നേഹിക്കുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികള്, അവർക്കെല്ലാം ഇസ്സത്തിന്റെ, റാഹത്തിന്റെ, സന്തോഷത്തിന്റെ ജീവിതം നൽകണേ റഹ്മാനെ. പടച്ചോനെ, കഴിഞ്ഞവരൊക്കെ കഴിഞ്ഞുപോയി അല്ലാ. മേക്കല മുസ്താദ് പോയി, ആരോടും പറയാണ്ട് കൂറത്തങ്ങൾ പോയി, മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ് പോയി, എല്ലാവരും യാത്ര പറഞ്ഞ് പിരിഞ്ഞു. അവർക്കെല്ലാം നീ ദറജ വർദ്ധിപ്പിക്കണം റഹ്മാനെ. വന്യരായ മാണി ഉസ്താദിന് ആഫിയത്ത് കൂട്ടി കൊടുക്കണേ അല്ലാ. ദീർഘ ആയുസ് നൽകണം റഹ്മാനെ. നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ എല്ലാ ആലിമീങ്ങൾക്കും നീ ദീർഘ ആയുസ് നൽകണം റഹ്മാനെ. അല്ലാ, നീ കണക്കാക്കിയ സമയം തീരുവല്ലോ റബ്ബേ. എപ്പോഴാണെന്നറിയില്ല, എവിടെയാണെന്നറിയില്ല, എങ്ങനെയാണെന്നറിയില്ല. ഞങ്ങൾ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. അവസാനം നല്ല സ്വാലിഹീങ്ങളെ മരണം തരണേ റഹ്മാനെ. മരണം ഞങ്ങൾക്ക് മുൻകൂട്ടി നീ അറിയിച്ചു തരണം അല്ലാ. അക്കടവാടുകളെ പൊരുത്തപ്പെടിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് സന്തോഷത്തോടെ പിരിയാൻ, കലിമ ചൊല്ലി പിരിയാൻ, സ്വർഗം കണ്ട് പിരിയാൻ ആശിഖീങ്ങൾ കണ്ടതുപോലെ ഹബീബുൽ വറാ റസൂലുള്ളാഹി തങ്ങളെ കണ്ടുമരിക്കാൻ ഈ ഭാഗ്യം നൽകണം റഹ്മാനെ. തങ്ങളെ കണ്ടുമരിക്കാൻ ഈ ഭാഗ്യം നൽകണേ റഹ്മാനെ. ഒറ്റക്കായി കിടക്കുന്ന ഖബറിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഒറ്റക്കായി കിടക്കുന്ന ഖബറിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ആരാരുമില്ലാത്ത സമയത്ത് നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാനെ. അല്ലാഹ്, മുത്തനബിന്റെ ശഫാഅത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണം റഹ്മാനെ. നീ സ്വർഗം നൽകണേ അല്ലാഹ്.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله على محمد اللهم صل على محمد يا رب صل عليه وسلم دعاء